ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനദീപ്തിയിലെ എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും ഈ വൈകുന്നേര സമയത്ത് ഗുഡ് ഈവനിങ് അറിയിച്ചു കൊള്ളട്ടെ. എൻ്റെ ഒരു വാതില ഷൈജു ജോർജ്. ഞാനിപ്പോൾ മാവേലിക്കരയിൽ നിന്നാണ്. ഞാൻ ഇടുക്കി മൂന്നാർ എന്ന ടൂറിസ്റ്റ് പ്ലേസിൽ ജനിച്ച വ്യക്തിയാണ്. ഞാൻ ഒരു മിഷണറിയായി വടക്കേന്ത്യയിലും ആഫ്രിക്കയുടെ പ്രദേശങ്ങളിലും ഒക്കെ കർത്താവിനായി പ്രയോജനപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ നാട്ടിലെ മാവേലിക്കരയുടെ പ്രദേശത്താണ് ഞാൻ കർത്താവിൻ്റെ പേരിൽ ചെയ്യുന്നതും ജോലിയോടൊപ്പം. ഇന്ന് എനിക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, സാക്ഷ്യം പറയുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ബീന തോമസ് ആൻഡിയെ യാദൃച്ഛികമായി ഞാൻ ചിങ്ങവനത്ത് വെച്ച് നമ്മുടെ അവിടുത്തെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് പോയപ്പോൾ പരിചയപ്പെടാനിടയായി. അത് നിമിത്തം ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ വർണ്ണിപ്പാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നല്ല അവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു കൊച്ചു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വചനദീപ്തിയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ, അനേകരോട് ദൈവം ചെയ്ത നന്മകളെ വർണ്ണിപ്പാൻ, ദൈവം എന്നെ അന്ധകാരത്തിന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേദരിച്ച് നിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ, തിരഞ്ഞെടുത്ത വിധങ്ങളെ വർണ്ണിപ്പാൻ ദൈവം തരുന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു. വിശിഷ്ടാതിഥ്യമായി ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ കർത്താവെ സാക്ഷ്യം കേൾക്കുന്ന അനേകരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. പരിശുദ്ധാത്മാവെ, നിന്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാ തടസ്സങ്ങളെ മാറ്റണമേ, എല്ലാ സാങ്കേതിക തടസ്സങ്ങളെ മാറ്റണമേ. നിന്റെ കരത്തിൽ പൂർണ്ണമായി അടിയനടുത്ത് ഉപയോഗിക്കണമേ. ഞാനോ കുറയണം, നീ വളരണം. നിന്റെ നാമത്വപ്പെടണം, നിന്റെ രാജ്യം വരണം. പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രയോജനമേ, ആദ്യമായി ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പാകെ ഒരു മിഷണറി ചാലഞ്ച് സോങ് പാടുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ, എൻ്റെ കുടുംബത്തെയും വടക്കേന്ത്യയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസായ ഉഗാണ്ട, റുവാണ്ട, കെനിയ, അങ്ങനെ അനേക രാജ്യങ്ങളിൽ മിഷണറി പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതായ ഒരു ഗാനമുണ്ട്. ആ പാട്ട് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. അത് ഇങ്ങനെയാണ്. യെശയ്യാവ് അതിന്റെ 6:8 നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ആര് ഞാൻ വേലയ്ക്ക് അയക്കേണ്ടു, ആരുണ്ട് നമുക്കായി പോകുവാൻ എന്ന് ചോദിക്കുന്ന ശബ്ദത്തിനു മുമ്പാകെ അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് നമ്മുടെ യെശയ്യാവ് പറഞ്ഞതുപോലെ ഇന്നും സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും വിളിയുണ്ട്. ആര് ഞാൻ അയക്കേണ്ടു. അതെ, വിളിയുള്ള നീ പോകുമോ? കണ്ണുള്ള നീ കരയുമോ? നിയോഗമുള്ള നീ നിന്റെ മക്കളെ അയക്കുമോ? ധനമുള്ള നീ ദൈവവിലയ്ക്ക് കൊടുക്കുമോ? ആമേൻ. ഇതിനൊക്കെ നാം ഉത്തരം പറയേണ്ടവരാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ മിഷണറി അനേക സ്ഥലങ്ങളിൽ കടന്നു പോകാൻ പ്രേരിപ്പിച്ചതായ ആ ഗാനം ദൈവനാമത്തിന് വേണ്ടി ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഒരു താലന്താണ് ഡോളക്. വടക്കേ ഇന്ത്യയിൽ ഞാൻ 22 വർഷം മിഷണറി ആയിരുന്നു, ബീഹാറിലും യു പിയിലും ഒക്കെ ആയിട്ട്. അവിടെ ഈ ഉപകരണം ഉപയോഗിച്ചാണ് ഗ്രാമത്തിലേക്ക് കർത്താവിനെ ആരാധിക്കുന്നത്, അവിടുത്തെ ഗാനങ്ങൾ ആലപിക്കുന്നത്. ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ആര് ഞാൻ വിലയ്ക്കയച്ചിടേണ്ടു, ആരുണ്ടെനിക്കായി പോയിടുവാൻ. ആര് ഞാൻ വിലയ്ക്കയച്ചിടേണ്ടു, ആരുണ്ടെനിക്കായി പോയിടുവാൻ. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ പോകാം നിൻ സ്നേഹ പാകകനായി. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ പോകാം നിൻ സ്നേഹ പാകകനായി. പോകുക ഗ്രാമങ്ങൾ, നഗരങ്ങൾ, പർവ്വതമേടുകൾ, താഴ്വരകൾ, പോകുക ലോകത്തിൻ അറ്റത്തോളം, ജാതികളെയൊക്കെ ശിഷ്യരാക്കാൻ. ഈ ലോകം ഒക്കെ നീ നേടിയാലും, ഈ ലോകം നിൻ കീർത്തി പാടിയാലും, 6 അടി മണ്ണിന്റെ അപ്പുറത്തേക്കാവില്ല ഒന്നും കൊണ്ടുപോകാൻ. ആര് ഞാൻ വേലയ്ക്കയച്ചിടേണ്ടു, ആരുണ്ടെനിക്കായി പോയിടുവാൻ. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ പോകാം നിൻ സ്നേഹ പാകകനായി. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ
നിൻ സ്നേഹ പാകകനാ ദൈവത്തിൻ പുത്രനാമേശുനാഥൻ ഏവർക്കുമായി മരിച്ചിരിക്കെ ജീവിക്കുന്നോരിനി തങ്ങൾക്കല്ല ജീവനെ തന്നോരായി ജീവിക്കണം. ആയിരമായി ജനങ്ങൾ എന്തു നാശത്തിൻ പാതകളിൽ പോകുമീ സ്നേഹത്തിൻ വാർത്ത ചൊല്ലാൻ, പോകുമീ വചനം ഘോഷിക്കുവാൻ. ആര് ഞാൻ വേലയ്ക്കയച്ചിടേണ്ടു, ആരുണ്ടെനിക്കായി വീടുവാൻ. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ പോകാം നിൻ സ്നേഹമാകകനാൻ. ഞാനിതാ എന്നെ അയക്കനാഥാ, ഞാൻ പോകാം നിൻ സ്നേഹമാകകനാൻ. ആ പ്രിയപ്പെട്ടവരെ, കർത്താവിന് അനേക മിഷണറികളെ അതത് കാലഘട്ടങ്ങളിൽ ലഭിച്ചു. അതെ, ആഫ്രിക്കയിലെ നരഭോജികളുടെ ഇടയ്ക്ക് നമ്മെ സുവിശേഷത്തിന്റെ വെളിച്ചം അറിയിക്കുവാനായിട്ട് ഒരു ഡേവിഡ് ലിവിങ്സ്റ്റൺ കടന്നുപോയി. ആമേൻ. ചൈനയിലെ ബുദ്ധിസ്റ്റായ ജനങ്ങളുടെ ഇടയ്ക്ക് സുവിശേഷം അറിയിക്കാൻ ഒരു ഹഡ്സൺ ടൈലർ കടന്നു പോകാനിടയായി. ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ സതിയും ശിശുവിവാഹവും ഒക്കെ നിറഞ്ഞിരുന്നതായ ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞിരുന്നതായ ഈ ഭാരതദേശത്തില് സുവിശേഷന്റെ വെളിച്ചവുമായി വില്യം കേറി എന്ന ഒരു ചെരുപ്പ് ഷൂ മേക്കർ, ചെരുപ്പ് കുത്തിയായിരുന്ന ഒരു വ്യക്തി ഇംഗ്ലണ്ടിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ഭാരതത്തിലേക്ക് വന്നു. ഇന്ന് നമ്മുടെയൊക്കെയും കൈകളിൽ നമ്മുടെ ഭാഷകളിൽ ബൈബിൾ ഉണ്ട്. അതിനൊക്കെയും ആ വ്യക്തിനെ ദൈവം ഉപയോഗിച്ചു. ഈ ഇന്ത്യയിൽ വന്ന് അച്ചടി യന്ത്രം ഗുഡൻസ്ബർഗ് കണ്ടുപിടിച്ചതിൽ ആദ്യമായി അച്ചടിച്ചത് വേദപുസ്തകമാണ്. അദ്ദേഹമാണ് അനേക ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത്. അത് ഇന്നും കർത്താവ് അനേകർ അന്വേഷിച്ചിരിക്കുന്നു. ഗോഡ് ഈസ് സെർച്ചിങ് എ സിംഗിൾ പേഴ്സൺ. ആര് ഞാൻ വേലയ്ക്കേക്കുണ്ട്, ആരുണ്ട് നമുക്കായി പോകുവാൻ. എന്റെ മാതാപിതാക്കൾക്ക് ഒരു ആൺകുഞ്ഞില്ലായിരുന്ന കാലത്ത് 1975 ഞങ്ങൾ കത്തോലിക്കരായിരുന്നു. ആ സമയത്ത് മലയാറ്റൂർ പള്ളിയിൽ ചേർന്ന് യേശുവിന്റെ ശിഷ്യനായ തോമസ് ലീഗ ആരംഭിച്ചു വെച്ചതായ സുശേഷ വേല നമുക്കറിയാം. മലയാറ്റൂരിൽ ആണെന്ന് നമുക്കറിയാം. അവിടെ ചെന്ന് ദൈവത്തോട് ഒരു പ്രാർത്ഥന, ഒരു നിബന്ധന പ്രാർത്ഥന ചെയ്തു. ദൈവമേ, ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ നൽകിയാൽ അവിടുത്തെ സുവിശേഷം അറിയിക്കുവാനായിട്ട് തോമസ് ലീഗ ആരംഭിച്ചു വെച്ച സുവിശേഷ വേല ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും അറിയിക്കുവാനായി ഞങ്ങൾ അവനെ സമർപ്പിക്കും എന്ന് പറഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ ഒരു നേർച്ച പ്രാർത്ഥന കഴിച്ചു. അങ്ങനെ 1976 ഒക്ടോബർ 23 ഞാൻ ജനിക്കുവാനിടയായി. ഞാൻ ജനിച്ചപ്പോൾ പല അസുഖങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാനൊരു കത്തോലിക്ക ബാലനായി ജനിച്ചു വളർന്നു. ഞങ്ങളുടെ വീട് നിറച്ച് ബിംബങ്ങളും ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും വേളാങ്കണ്ണി, കണ്ണമാലി, ഇടപ്പള്ളി ഇങ്ങനെയൊക്കെ പോകുന്ന കൂട്ടരായിരുന്നു. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് എൻ്റെ മമ്മിക്കൊക്കെ അത്യാവശ്യം നല്ല സാമ്പത്തികവും 2 കാറും 19 പശുക്കളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ ബിംബാരാധന, അന്യാരാധന നിമിത്തം ദൈവത്തിന്റെ ശാപം വന്ന് ഓരോരോ പശുക്കൾ ചാകാൻ തുടങ്ങി. മമ്മിയുടെ ഒരു സഹോദരി 2 കൊച്ചു കുഞ്ഞുങ്ങളുള്ള സമയത്ത് പെട്ടെന്നൊരു അസുഖം വന്ന് മരിക്കുവാനിടയായി. മമ്മിക്ക് 6 സഹോദരിമാർക്ക് ഒരു ആംഗളയായിരുന്നു, നിക്കോളസ് എന്ന് പറഞ്ഞൊരു ആംഗിള് ഒരു 25 വയസ്സുള്ള സമയത്ത് ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹം കൂട്ടുകാരോടെ മീൻ പിടിക്കാൻ പോയതാണ്. ചുഴിയിൽ കാലപ്പെട്ട് അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെ കുടുംബങ്ങളിൽ ദുർമരണങ്ങളും ഭയങ്കര രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു വല്യപ്പനും വല്യമ്മയ്ക്കൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മമ്മി ഭയങ്കര പള്ളിഭക്തരായിരുന്നു. കത്തോലിക്ക പള്ളി എല്ലാ ദിവസവും പോവുക, മെഴുകുതിരി കത്തിക്കുക, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ദൈവമൊന്നും ഇല്ലേ, എന്തിനു നമ്മളിങ്ങനെ ജീവിക്കണം, മരിച്ചാൽ നല്ലതാണെന്ന് തീരുമാനിച്ചുകൊണ്ട് മരിക്കാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാദൃച്ഛികമായ ഒരു തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാർ പ്രദേശത്തെ സുവിശേഷ വേലയ്ക്ക് വന്ന ഒരു പാസ്റ്ററും വൈഫും ഞങ്ങളുടെ വീട് തേടി വരുവാനിടയായി. കാരണം ഈ കുടുംബത്തിലെ ദുരിതാവസ്ഥകൾ, ദുഃഖങ്ങളൊക്കെ കേട്ടിട്ട് പ്രാർത്ഥിക്കുവാനായി, സുവിശേഷം പറയാനായി കടന്നു വന്നു. അന്ന് ലുദിയായുടെ ഹൃദയം ഒരു ശബത്ത് നാളിൽ നമുക്ക് കാണാൻ കഴിയും. മക്കദനിയയിലെ പട്ടണത്തിൽ പൗലോസും ശിലാസും കടന്നുപോയപ്പോൾ പുഴവക്കത്തിരുന്ന സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ, യേശുവിന്റെ സുവിശേഷം കേൾപ്പിച്ചപ്പോൾ ലുദിയുടെ ഹൃദയം തുറക്കപ്പെട്ടു എന്ന് നാം കേട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മമ്മിയുടെ ഹൃദയം ദൈവം തുറന്നു. മമ്മി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. മമ്മിയുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങളൊക്കെയും ദൈവം മാറ്റിക്കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് തുള്ളൽ പനി പോലൊരു പനി വരുമായിരുന്നു. എൻ്റെ പിതാവാണെങ്കിൽ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു, ഗവൺമെന്റ് ജോലിയായിരുന്നു. മൂന്നാറിനടുത്ത ടൂറിസ്റ്റ്
പ്ലേസ് ആയ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിലാണ് എൻ്റെ കുട്ടിക്കാലം. എൻ്റെ പപ്പ അവിടുത്തെ ജോലിക്കാരനായിരുന്നു, മമ്മിക്കും ആക്ടിംഗ് പോസ്റ്റ് മാസ്റ്ററായിട്ട് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഗവൺമെന്റ് സർവീസിലൊക്കെ ആയിരുന്നെങ്കിലും കുടുംബത്തിൽ ഒരു അനുഗ്രഹവും ഐശ്വര്യവും ഒന്നും ഇല്ലായിരുന്നു. രോഗങ്ങൾ പ്രയാസങ്ങളായിരുന്നെങ്കിലും രക്ഷിക്കപ്പെട്ടതോടെ സ്ഥിതിഗതികളൊക്കെ മാറ്റം വന്നു. പപ്പ സ്മോക്കിംഗ് ഒക്കെ വിട്ടു. അതുമ്പോൾ നെഞ്ചുവേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ സ്നാനമെടുത്ത് പിന്നെ വളരെ ഉത്സാഹത്തോടെ സുവിശേഷ വേലയ്ക്കും സമർപ്പിച്ചു. ജോലിയോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു അന്ന് ആരാധന, പെന്തക്കോസ് ആരാധന ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അതോടൊപ്പം എൻ്റെ പപ്പയും പാസ്റ്ററും ഒക്കെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും മൂന്നാറിനടുത്ത് ധാരാളം ടീ എസ്റ്റേറ്റുകളുണ്ട്, ആദിവാസി കുടികളുണ്ട്, സാന്റോസ് എന്നൊക്കെ പറയുന്ന ഗുണ്ടള എന്ന പ്രദേശത്തൊക്കെ. അങ്ങോട്ടൊക്കെ സുവിശേഷ വേലയ്ക്കായി പോകുമായിരുന്നു. എൻ്റെ 9ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അന്ന് ആ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ സ്റ്റോറി കേട്ട് BBS ഞാനും കരഞ്ഞുകൊണ്ട് എന്നെ സമർപ്പിച്ചു. കർത്താവെ, വലുതാകുമ്പോൾ ഞാനും ഡേവിഡ് ലിവിങ്സ്റ്റനെ പോലെ ഒരു മിഷണറിയായി വടക്കേന്ത്യയിലും ആഫ്രിക്കയിലും പോകുവാൻ ആഗ്രഹിക്കുന്നവർ എന്നെ സമർപ്പിച്ചു കൊടുക്കുവാനിടയായി. ഇവിടെ അതിന്റെ ഫലമായിട്ട് ചെറുപ്രായം മുതലേ ദൈവം എന്നെ തന്റെ വ്യക്തിപര വേലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാ ശനിയും ഞായറും പാസ്റ്റർമാരോടൊപ്പം തോൾ സെഞ്ചിയുമായിട്ട് ട്രാക്റ്റും ഒക്കെ ആയിട്ട് ഗ്രാമങ്ങളിലും മൂന്നാറിനടുത്തുള്ള എസ്റ്റേറ്റുകളിലൊക്കെ പോയി ട്രാക്റ്റുകൾ കൊടുക്കുകയും സൺഡേ സ്കൂളിൽ പഠിച്ചതായ വചനങ്ങളും പാട്ടുകളും ഒക്കെ മറ്റു പിള്ളേർക്കൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാനൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ എൻ്റെ ചേച്ചി 93-ൽ മൂന്നാറിൻ സഭയിൽ നിന്ന് മിഷണറിയായി ബീഹാർ എന്ന മിഷണറിയുടെ കല്ലറത്തോട്ടം എന്ന ആ സ്റ്റേറ്റിലേക്ക് GEMS ഗോസ്പൽ എക്കോയിങ് മിഷണറി സൊസൈറ്റി, ജെംസ് എന്ന് പറയും, വലിയൊരു മിഷൻ സൊസൈറ്റിയാണ്. അഗസ്റ്റിൻ ജവകുമാർ എന്നൊരു ദേവദാസൻ. അദ്ദേഹം ഞങ്ങളുടെ കൺവെൻഷൻ വന്നപ്പോൾ ബീഹാറിനെ കുറിച്ചുള്ളതായ ഒരു ഉൾക്കാഴ്ച നൽകിയതിന്റെ നിമിത്തം ചേച്ചി പഠനം നിർത്തിക്കൊണ്ട് BCom പഠിക്കുമായിരുന്നു. സുവിശേഷവിലേക്ക് കടന്നു പോകാനിടയായി. അങ്ങനെ അവിടെ ചെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അവിടുത്തെ ഫുഡും ക്ലൈമറ്റും ഒക്കെ പിടിക്കാണ്ട് അൾസറിന്റെ അസുഖം വന്നു, വയറുവേദന വന്നു, ഭയങ്കര ഭാരപ്പെട്ടപ്പോൾ അവിടെ നിന്ന് അറിയിക്കാനിടയായി. ഉടനെ പപ്പയും മമ്മിയും പോകുവാൻ തയ്യാറായി. എന്നാൽ അവർക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ല, പരിചയമില്ലാത്ത ഇത്രയും 3 ദിവസത്തെ യാത്രയുള്ള വടക്കേന്ത്യയിലേക്ക് അവരെങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നു പറഞ്ഞ് ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് ഞാനും ബീഹാറിലേക്ക് എൻ്റെ ചേച്ചിയെ കാണാൻ കടന്നു പോകാനിടയായി. അതിന് മുമ്പ് ബീഹാറിനെ കുറിച്ചൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആയിരുന്നു. ഭയങ്കര ദാരിദ്ര്യമുള്ള സ്ഥലമാണ്, നക്സലേറ്റുകളാണ്, വികസനമില്ല, കറണ്ട് ഇല്ല, റോഡ് മര്യാദയ്ക്കില്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളൊക്കെയാണ് പലരും പല പ്രാസംഗികരും പറഞ്ഞൊക്കെ കേട്ടിരിക്കുന്നത്. എന്നാൽ എനിക്ക് ദൈവം ഒരു പോസിറ്റീവ് തിങ്കിങ് ആണ് നൽകിയിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് നല്ല ഗ്രീനറി, നല്ല വയലുകൾ, ധാരാളം നദികൾ, ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷ വേലയ്ക്കൊക്കെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അവിടുത്തെ ടീം. പോയപ്പോൾ അവിടെ നല്ല ബക്കറ്റിൽ വെള്ളവും ഒരു ഗ്ലാസ്സിൽ വെള്ളവും കൽക്കണ്ടവും ശർക്കര, പഞ്ചസാര ഇങ്ങനെയൊക്കെ നൽകി ഞങ്ങളെ സ്വീകരിക്കുകയും ദൈവവചന സുവിശേഷം വളരെ താല്പര്യത്തോടെ ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടമായി വന്ന് കേൾക്കുകയും ട്രാക്ട് കൊടുക്കുമ്പോൾ നമുക്കോ വാല ദീജിയെ, മോട്ട വാല ദീജിയെ, ചോട്ട വാല ദീജിയെ, ഇങ്ങനെയൊക്കെ ട്രാക്റ്റുകൾ ഇതാന്ന് പറഞ്ഞ് ചോദിച്ചു മേടിക്കുന്ന കാണുവാനിടയായി. ഞാനിവിടെ കേരളത്തിലൊക്കെ ഇരിക്കുമ്പോൾ പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിലൊക്കെ ട്രാക്ട് കൊടുക്കാനൊക്കെ പാസ്റ്റർമാരൊക്കെ വരുമ്പോൾ ഈ മലയാളികൾ കൂടുതലും ഒരു നിക്ഷേപമായിട്ടാണ് വേറെ പണിയില്ലെന്ന് പറഞ്ഞ് മേടിച്ച് പോക്കറ്റിൽ വെക്കുന്ന തന്റെ പുറത്തേക്ക് എറിയും. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ വടക്കേന്ത്യയിലെ ജനങ്ങൾക്ക് ഇത്രയും ആത്മദാഹം ഉണ്ടല്ലോ, വചനം കേൾക്കാൻ അത്ര താല്പര്യം ഉണ്ടല്ലോ എന്നൊക്കെ ആ കാഴ്ച എന്നെ വളരെ ആകർഷിച്ചു. എൻ്റെ ചേച്ചി ഒരു അനാഥാലയത്തില് വാർഡനും കൂടിയായിരുന്നു ജെംസിൽ. ജെംസ് ഹെഡ് ക്വാർട്ടർ ഡെഗ്രി ഓൺസോണ്ട്. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്നേഹവും ഞങ്ങളോടുള്ള ആ വാത്സല്യം എല്ലാം കണ്ടപ്പോൾ എനിക്ക് ബീഹാർ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ PDCക്ക് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കമ്പ്യൂട്ടർ ഡിപ്ലോമ പഠിച്ചതും ഡിഗ്രിക്കൊന്നും പോയില്ല. എൻ്റെ ആട്ടുകാരൻ കാരണം 18ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മിഷണറിയായി ബീഹാറിലേക്ക് കടന്നുപോയി. ബീഹാറിൽ ഞങ്ങൾ അന്ന് ട്രെയിനിങ്ങിൽ 14 പേരുണ്ടായിരുന്നു. 14 പേർക്ക് ട്രെയിനിങ് നൽകി. അതിനുശേഷം 13 പേര് ബീഹാറിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. എന്നെ മാത്രം ഒരു ബോർഡർ UP ബീഹാറിന്റെ ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയ സോൻബത്ര എന്ന് പറയും. സോൻബത്ര എന്ന് പറഞ്ഞാൽ UP അകത്തൊരു ജില്ലയാണ്. രേണുക്കുട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. അവിടെ റേണുക്കുട്ടിന്റെ കീഴിലുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആദിവാസികളുടെ ഇടയ്ക്കാണ്. ഗോണ്ട്, അതുപോലെ ഉറാവ് എന്നൊക്കെ പറയുന്ന ആദിവാസി ഗോത്രങ്ങളുടെ ഇടയ്ക്ക് സ്കൂള്, DCC എന്ന് പറയും, ഡേ കെയർ സെന്റർ പണിതിട്ടുണ്ടായിരുന്നു. ഈ ചിലയിടത്ത് കൺസ്ട്രക്ഷൻ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിരുന്നു. എന്നെ ബബുനി എന്ന് പറഞ്ഞൊരു ആദ്യം കട്ടോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എന്നെ അപ്പോയിന്റ്മെന്റ്. ഈ കട്ടോളി എന്ന് പറയുന്നത് മെയിൻ റൂട്ടിൽ നിന്ന് 5 കിലോമീറ്റർ നടന്നുള്ളിലോട്ട് പോകണം. അങ്ങനെ ബസ് റൂട്ടൊന്നും ഇല്ല, ഒരു സൈക്കിൾ പോലും ഇല്ല, ഒരു മാർക്കറ്റോ അങ്ങനെ ഒന്നുമില്ല, കറണ്ടൊന്നും ഇല്ല. ഞാൻ നല്ല കേരളത്തിലെ ഏറ്റവും സുഖവാസ കേന്ദ്രത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. മട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്ട് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡുകാരെ സ്ഥാപിച്ച ഒരു പശുക്കളുടെ ഫാമാണ്. മൊട്ടക്കുന്നുകളും നല്ല പാലും തേനും ഒഴുകുന്ന സ്ഥലം പോലുള്ള
വളരെ സമ്പന്നമായ ഒരു കേരളത്തിലെ മനോഹരമായ നല്ല സുഖവാസക നല്ല കാലാവസ്ഥയുള്ള സ്ഥലത്തും നല്ല ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലും ഞാൻ വളർന്ന വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഒരു കുടിലില് മൺകുടിലില് രണ്ട് മിഷണറി സഹോദരന്മാരോടൊപ്പം ഹിന്ദിക്കാരോടൊപ്പം എന്നെയും കൊണ്ടാക്കി. എനിക്കാണ് ഹിന്ദി ശരിക്കറിയത്തില്ല, കുക്കിംഗ് അറിയത്തില്ല. പക്ഷേ ദൈവം എന്നെ താഴ്മ പഠിപ്പിച്ചു, കുക്കിംഗ് എല്ലാം പഠിപ്പിച്ചു, ഭാഷ പഠിക്കാൻ സഹായിച്ചു. അവിടെ ടോയ്ലറ്റ് സംവിധാനമില്ല, കാട്ടിലാണ് പോകേണ്ടത്, കുളിക്കാനായിട്ട് ബാത്റൂം ഇല്ല, അവിടെ ഒരു ഡാമിലാണ് നീന്തി കുളിക്കുന്നത്. ഇങ്ങനെയൊക്കെ വൈകുന്നേരമൊക്കെ ആയ ഭയങ്കര ചൂടാണ്. ഞങ്ങളിങ്ങനെ പുറത്ത് ഈ ചർപ്പായി എന്ന് പറയും, ഈ കയറുകൊണ്ടുള്ള കട്ടില്, അതിൽ കിടക്കും. ഇങ്ങനെ വീശി 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 കിടക്കും. വീശല് ഉറങ്ങിപ്പോകുമ്പോൾ വീശൽ കഴിയുമ്പോഴത്തേക്ക് കൊതുക് കടിക്കും. ഇങ്ങനെയെല്ലാം കൂടിയായി സ്കൂൾ കൺസ്ട്രക്ഷൻ നടക്കുമായിരുന്നു. പണിതിന് ശേഷം എന്നെ അവിടെ ട്രാൻസ്ഫർ ചെയ്തു. ബബുനി എന്ന് പറഞ്ഞ സ്ഥലം, അതും ആദിവാസി കുട്ടികളുടെ ഒരു സ്കൂളാണ്. ഗോണ്ട് എന്ന് പറയുന്ന ഈ ഗോണ്ട് എന്നൊക്കെ പറയുന്ന ഗോത്രക്കാരുടെ പിള്ളേർക്ക് പഠിക്കണം എന്നുള്ള ഒരു താല്പര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ എരുമേനെയും വെച്ച് എരുമയുടെ മേളിൽ കയറിയിരുന്ന് ചെമ്പിച്ച മുടികളായിരിക്കും, കുളിക്കത്തൊന്നുമില്ല, നിങ്ങൾ അഴുക്കായിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സന്ദർശിച്ച് സ്കൂളിൽ വരാൻ പറഞ്ഞ് അവരെല്ലാം ഞങ്ങൾ നല്ല രീതിയിൽ കുളിപ്പിച്ച് വസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ധരിക്കണം എന്നൊക്കെ പറഞ്ഞ് മാന്യമുള്ള കുഞ്ഞുങ്ങളാക്കി നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് നല്ല വികസനത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാനിടയായി. അങ്ങനെ ഇരിക്കെ ഈ കാട്ടിലെ കൊതുക് കടിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ബൗരിയിലെ മിഷണറി സ്കൂളിൽ അധ്യാപകനായിരിക്കുമ്പോൾ കൊതുക് കടിച്ച് സിവിയർ മലേറിയ അറ്റാക്ക് വന്നു. അത് അവധി ദിവസമായിരുന്നുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഹിന്ദി സഹോദരന്മാരും അവരുടെ നാട്ടിൽ പോയി, ബീഹാറുകാരായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഒരു രാത്രി ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തിട്ട് അടി എൻ്റെ ശരീരം ഇങ്ങനെ ഈ മലേറിയ വന്നാൽ വിറയ്ക്കും. അതിനുശേഷം അങ്ങ് വേർക്കാൻ തുടങ്ങും. വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കയ്യോ കാലോ ഒന്ന് അനക്കാൻ പോലും ശക്തിയുള്ള ഒരു ചത്ത അവസ്ഥ, നിർജീവ അവസ്ഥയിലേക്ക് ആയിപ്പോയി. ഞാനാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ അന്ന് എനിക്ക് ആരോഗ്യമില്ല. 7:30 മണിയായി. അയ്യോ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വിളക്ക് കത്തിക്കാൻ എനിക്ക് ആരോഗ്യമില്ല, എഴുന്നേക്കാൻ ആരോഗ്യമില്ല, കഥകാണെങ്കിൽ കുറ്റിയിട്ടിരിക്കുക. വൈദവ ഞാൻ വല്ല മരിച്ചു പോയാലോ? എന്റെ ബോഡി എങ്ങനെ പുറത്തിറക്കുക? അപ്പനമ്മയ്ക്ക് ഞാൻ ഒറ്റ മോനാണ്, എന്നെ കുറിച്ച് ദൈവം എങ്ങനെ പദ്ധതിയൊന്നും ഇല്ലേ എന്ന് ഞാൻ ഏങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് പെട്ടെന്നൊരു നിയോഗം തോന്നി. എങ്ങനെയെങ്കിലും എഴുന്നേക്കാൻ ആരോഗ്യമില്ല, താഴെ കട്ടിലിൽ നിന്ന് നിരങ്ങി വീണിട്ട് നിരങ്ങിപ്പോയി ആ കഥകിന്റെ കുറ്റി എങ്ങനെയെങ്കിലും തുറന്നിടാമെന്ന് പറഞ്ഞ് 7:30 മണിയായപ്പോ ആ കൂരിട്ട് തപ്പി ഈ ക്ലാസ് റൂമിന്റെ പാർട്ടിഷൻ ചെയ്ത റൂമിലായിരുന്നു, അതിന്റെ മെയിൻ ക്ലാസിന്റെ ഡോറ് തുറക്കാനായി അടുത്ത് വന്നപ്പോ എന്നെ കൊണ്ടാവില്ല കഥ തുറക്കാൻ. അങ്ങനെ ഇരിക്കെ ഞാൻ കരയാൻ തുടങ്ങി. ദൈവമേ, ഞാൻ എൻ്റെ 9ാമത്തെ വയസ്സിൽ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് ഞാൻ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിൽ ഒരു BBS പോയപ്പോൾ രക്ഷിക്കപ്പെട്ടു. ഞാൻ മിഷണറിയായി വടക്കേന്ത്യയിൽ ആഫ്രിക്കയിലും പോകാൻ സമർപ്പിച്ചതല്ലേ. 2 വർഷമേ ആയിട്ടുള്ളൂ ഈ ബീഹാർ UP പ്രദേശത്ത് വന്നിട്ട്. ഇനി ഞാൻ ഇതുവരെ ആഫ്രിക്കയിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലോ. ഞാൻ ഇന്ന് മരിച്ചുപോയാൽ ഇങ്ങനെ എൻ്റെ അപ്പനമ്മ ഇത് കണ്ടു സഹിക്കുക. അവർക്ക് ഞാൻ ഒറ്റ മോനാണ്. എനിക്ക് 2 സഹോദരിമാരുണ്ട്, എന്നാൽ മകനായിട്ട് ഞാൻ മാത്രം. അപ്പോൾ ഞാനിങ്ങനെ കേങ്ങി കരയാണ്. ദൈവമേ, ഞാൻ മരിച്ചു, എൻ്റെ ബോഡി ഇങ്ങനെ പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവ്യപ്രകാശം എൻ്റെ റൂമിൽ വന്നു. കൂരിട്ടാണ്, 7:30 മണിയാണ്, വിളക്ക് കത്തിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്നൊരു ദിവ്യപ്രകാശം, ഞാനൊരു കൈപ്പത്തി ഇങ്ങനെ എൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്, ഒരു സായിപ്പിന്റെ പോലെ. ആ കൈപ്പത്തി വന്നിട്ട് ബ്ലൂ ലൈറ്റിംഗ് ലെറ്ററിൽ ഇങ്ങനെ എഴുതിക്കൊണ്ട് ഒരു അശരീരി, ബിലീവ് ദിസ്, ഐ വിൽ യൂസ് യു ഇൻ ദി ആഫ്രിക്ക. വിശ്വസിക്കുക, ഞാൻ നിന്നെ ആഫ്രിക്കയിൽ ഉപയോഗിക്കും. അങ്ങനെ ഒരു അശരീരിയോടുകൂടി ദൈവം എന്നോട് സംസാരിക്കാൻ ഭയന്നുപോയി. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പായി, ഒരു ദൈവമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനത്രേ, മനസ്സ് നിറവൻ രക്ഷിക്കുന്നു. ആമേൻ. ആപത്ത് കാലത്തിനെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിളിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ഞാൻ നിലവിളിച്ചപ്പോൾ ആ ജീവനുള്ള ദൈവന്റെ പ്രാർത്ഥന കേട്ടു. യേശു ജീവനുള്ള ദൈവമാണ്. ആമേൻ. നമ്മുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. ഹിസ്കിയ്യാ രാജാവ് കരഞ്ഞതുപോലെ ഞാൻ ദൈവസ്ഥലത്തിൽ കരഞ്ഞപ്പോ ആമേൻ, ദൈവം എനിക്കൊരു വാഗ്ദത്തം നൽകി. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടി, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും, ഞാൻ നിന്നെ ആഫ്രിക്കയുടെ പ്രദേശത്തേക്ക് അയക്കും, ഉപയോഗിക്കുമെന്ന് ഒരു വാഗ്ദത്തം നൽകി. ഞാൻ ആ വാഗ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ടായി. ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ആ കഥകിന്റെ കൊളുത്തി കയറി അങ്ങ് കൈ പിടിച്ചു. കൊളുത്ത് തുറന്ന് 2-3 സ്റ്റെപ്പ് ഞാൻ പുറത്ത് വെച്ചു. ഞാൻ പുറത്ത് ചാടി. എന്തായാലും ഞാൻ വീണുപോയി. എങ്കിലും ഞാൻ ആ അടക്കപ്പെട്ട ഇരുളുള്ള റൂമിൽ നിന്ന് പുറത്തു വരുവാൻ, അത് ചെങ്കടലിന്റെ മുമ്പിൽ പതറി നിന്നവരുടെ അത് എങ്ങനെ അക്കരെ കടക്കുമെന്ന് വിചാരിച്ചവരുടെ മുമ്പിൽ ദൈവം വഴി തുറന്നതുപോലെ ആ വാതിൽ എനിക്ക് വേണ്ടി ദൈവം തുറന്ന് ഞാൻ പുറത്ത് കിടന്നു. ഞാൻ പുറത്ത് വന്ന് 2-3 സ്റ്റെപ്പ് വെച്ച് വീണു പോയപ്പോ അവിടെയൊക്കെ അന്ന് ഇതാണ് ഈ ഹാൻഡ് പമ്പ്. അവിടെ പ്രിൻസിപ്പളും വൈഫും താമസിക്കുന്നുണ്ട്, പോൾ ബസിയും താരാമണി മാഡവും. അവര് ആ സ്ത്രീ വെള്ളം എടുക്കാൻ പുറത്തേക്ക് വരുമ്പോ ഞാനിങ്ങനെ താഴെ വീണ് കിടക്കുന്ന കണ്ടിട്ട്, അയ്യോ ഷൈജു സാർ ക്യാവോക എന്ന് പറഞ്ഞ് ഭർത്താവിനെയും വിളിച്ചോണ്ട് വന്ന് അവർ 2 പേരും കൂടി എന്നെ പൊക്കിയെടുത്ത്
അവരുടെ വീട്ടിൽ കൊണ്ടേ കിടത്തി. ഞാൻ നല്ല ചുട്ടുപൊള്ളുന്ന പനിയായിരുന്നു. അവര് എനിക്ക് വെള്ളമൊക്കെ തന്നിട്ട് കുറച്ച് അപ്പുറം ഒരു ചെറിയ ക്ലിനിക് ഉണ്ട്, ഒരു ക്ലിനിക്ക്. അവിടെ ഒരു തമിഴ്നാട്ടിലെ ആന്റി ഒരു ഒരു മിഷണറി ക്ലിനിക്ക് നടത്തുന്നതാണ്. അവരെ വിളിച്ചുകൊണ്ട് എനിക്ക് ഇഞ്ചക്ഷനൊക്കെ നൽകി രാത്രി. പിറ്റേ ദിവസം രാവിലെ തന്നെ അവര് പട്ടണത്തിലേക്ക് അയച്ചു, എന്റെ ലീഡറിന്റെ നാട്ടിലേക്ക്, ഈ റേണുക്കുട്ട്. അവിടെ ചെന്ന് അവരെ ചികിത്സിക്കാനൊക്കെ ഇടയായി, ആശുപത്രിയിലൊക്കെ ഉണ്ട്. എന്തായാലും എനിക്ക് അല്പ സൗഖ്യം ദൈവം നൽകി. അന്ന് എനിക്ക് 97 കിട്ടിയ ഒരു ദർശനമാണ്. 95 ഞാൻ മിഷണറിയായി പോയി ആഫ്രിക്കയിൽ ദൈവം ഉപയോഗിക്കുന്നു. ഏത് രാജ്യത്ത് അയക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അനേക ആഫ്രിക്കൻസിനെ പരിചയപ്പെടാനിടയിൽ ഞാൻ അലഹാബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 വർഷത്തെ ബീഹാറിന്റെ സുവിശേഷ വേലയ്ക്ക് ശേഷം ദൈവം അലഹാബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സായിപ്പന്മാരുടെ ബൈബിൾ കോളേജിലേക്ക് അയച്ചു. കാരണം ഞാൻ ബൈബിൾ കോളേജ് ഒന്നും പഠിക്കാതാണ്, നേരിട്ടാണ് പോയത് വടക്കേന്ത്യയിലേക്ക് ആത്മഭാരം കാരണം. എന്നാൽ എനിക്ക് ആഫ്രിക്കയുടെ ദർശനം കിട്ടിയപ്പോൾ മുതൽ എനിക്കൊരു ആഗ്രഹമാണ്, എനിക്ക് ഇംഗ്ലീഷ് നോളജ് വേണം, ബൈബിൾ നോളജ് വേണം, എങ്കിലേ എനിക്ക് മറ്റു രാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എനിക്ക് ദൈവം എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കൊണ്ടുവന്നു. ആ പ്രതിസന്ധി ഒരു നന്മയ്ക്കാക്കി മാറ്റി. ജെംസിൽ നിന്ന് ദൈവം എന്നെ പറിച്ച് അങ്ങോട്ടേക്ക് നട്ടു അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അതൊരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഉൾഫക്മാൻ എന്ന് പറഞ്ഞ ഉപശാല എന്ന സ്വീഡന്റെ ക്യാപിറ്റലിൽ നിന്ന് വേർഡ് ഓഫ് ലൈഫ് ബൈബിൾ സ്കൂളുകാര് ഇവിടെ ബൈബിൾ സ്കൂൾ ആരംഭിക്കാനിരിക്കുകയായിരുന്നു. അതൊരു ഫോറസ്റ്റ് റേഞ്ചറിലൂടെ അറിയുവാനിടയായി. അങ്ങനെ അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടുവാനിടയായി. അവിടെ ഇന്റർനാഷണൽ ഹോസ്റ്റലിലാണ് ഞങ്ങൾ താമസിപ്പിച്ചത്. മൊത്തം ആഫ്രിക്കൻസും മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസിന് ഇടയിൽ. അപ്പോൾ അവരുടേതായ ഫോറിൻ ഫുഡൊക്കെ കഴിക്കാനും അവരോട് ഇടപെടാനും ഇംഗ്ലീഷ് നോളജ് കൂട്ടുവാനൊക്കെ ദൈവം സഹായിച്ചു. ഇപ്പോൾ സായിപ്പന്മാരാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എനിക്ക് 6 മാസത്തെ കോഴ്സിന് ശേഷം അവിടെ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്തു, മിഷണറിയായി. അങ്ങനെ അവിടെ വർക്ക് ചെയ്തതിനു ശേഷമാണ് എനിക്ക് കല്യാണാലോചന വന്നത്. 2002 ഞാന് വിവാഹിതനായി. അതിക്ക് മുമ്പ് 2001 ഒരു ജൂലൈ മാസമായപ്പോ ദൈവനോട് ഇടപെട്ടു, ഗോ ടു വാരണാസി, വാരണാസിയിലേക്ക് പോവുക. ഞാൻ അലഹബാദ് ഇരിക്കുന്ന സമയത്താണ് മഹാകുംഭമേള നടക്കുന്നത്. മഹാകുംഭമേള എന്ന് പറഞ്ഞാൽ ജനലക്ഷങ്ങൾ റോട്ടിലൂടെ ഇങ്ങനെ ഒഴുകും. സന്യാസിമാരും ജനങ്ങളും ആ ഗംഗ, യമുന, സരസ്വതി എന്ന് പറയുന്ന ആ സംഗമ സ്ഥാനത്ത് നിന്ന് മുങ്ങി കുളിച്ചാൽ അവർക്ക് പാപമോചനം ലഭിക്കും എന്നുള്ള വിശ്വാസമാണ്. കുംഭമേള 12 വർഷത്തിലൊരിക്കലും കണ്ട ആ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ വന്നപ്പോൾ ഞാൻ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമിനോടൊപ്പം ഞാൻ സുവിശേഷ വേലയ്ക്കായി അനേക സ്ഥലങ്ങളിൽ ട്രാക്റ്റുകൾ കൊടുക്കാൻ, ആയിരക്കണക്കിന് ട്രാക്റ്റുകൾ കൊടുക്കാൻ ദൈവം ഞാൻ സഹായിച്ചു. അങ്ങനെ ഇരിക്കെ ഫത്തേപൂർ ഗിരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ വെച്ചൊരു കുടുംബത്തെ പരിചയപ്പെടാനിടയായി. ജെയിംസ് പാസ്റ്ററും ഓമന സിസ്റ്റർ. അവര് എന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോ എന്റെ ഇളയ പെങ്ങൾക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ ആ ഓമന സിസ്റ്ററിന്റെ ആങ്ങളെ കാണാൻ വേണ്ടി, ആ വീട് കാണാൻ വേണ്ടി ഞാൻ കാനം എന്നൊരു പ്രദേശത്ത്, നാട്ടിലെ കോട്ടയം പ്രദേശത്തേക്ക് പോകാനിടയായി. പക്ഷേ അവിടെ ഒരു ചിൽഡ്രൻസ് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ദേവാസം ഉണ്ടായിരുന്നു, ജോൺ ഫിലിപ്പ് സാർ എന്ന് പറയും. കട്ടയിലെ കുഞ്ഞുമാച്ചായൻ എന്ന് അറിയപ്പെടുന്നത്, IPCയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലും പോകാനിടയായി. അദ്ദേഹം ചിൽഡ്രൻസ് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാനും പപ്പറ്റ് ഷോയിലൂടെ, ഹാൻഡ് ട്രിക്സിലൂടെ, മ്യൂസിക്കിലൂടെ കുട്ടികളുടെ ഇടയ്ക്കുള്ള സുവിശേഷമാണ് കൂടുതലായി ഞാൻ ചെയ്യുന്നത്. കാരണം ജെംസിലായിരിക്കുമ്പോൾ ഈ സ്കൂളിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ടാലന്റ് കൊണ്ട് എന്നെ ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെന്റുകാര് ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ കോർഡിനേറ്ററായിട്ട്, സോണൽ കോർഡിനേറ്ററായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഞാൻ കുട്ടികളുടെ സുവിശേഷകനായി ദൈവം എനിക്ക് ആ താഴ്ന്നു നൽകി. വെൻട്രലോക്കിസം പപ്പറ്റ് ഷോയിലൂടെ അങ്ങനെ 100 സ്കൂളുകളിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ദൈവം നൽകി. അങ്ങനെ ഇരിക്കുക പ്രിയപ്പെട്ടവരെ, ഈ ചിൽഡ്രൻസ് മിനിസ്ട്രിക്കാണ് എനിക്ക് ദൈവം വിളി തന്നത്. അങ്ങനെ ഞാൻ ഈ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം ഈ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ ഞാൻ ഈ സുവിശേഷ വേലയ്ക്ക് പോയതിന്റെ ഭാഗമായിട്ട് ഈ കാലത്തുള്ള ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയിൽ ഈ അവിടെ ചെന്നപ്പോ ഈ ജോൺ ഫിലിപ്പ് സാറിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ വീട്ടിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. എന്നോട് ഒരു ദൈവദാസൻ പറഞ്ഞു, നിനക്കൊരു തക്ക തുണ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്, വടക്കേന്ത്യയിലേക്ക് സുവിശേഷ വേലയ്ക്ക് സമർപ്പണമുള്ള നല്ല താരന്തുള്ള, എന്നാൽ നീ 3 ദിവസം ഉപവസിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം ഉപവസിച്ചു. ഈ പാസ്റ്ററിന്റെ വീട് ചെറിയ വീടായിരുന്നു, അന്ന് ഓട് വീടായിരുന്നു. അവരുടെ വീടിന്റെ വിശാലതയ്ക്ക് വേണ്ടി 3 ദിവസം ഉപവസിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ദേവാസ നിങ്ങൾ ഉപവസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം ഉപവസിക്കുമ്പോ വന്ന കല്യാണാലോചനയാണ് എന്റെ വൈഫ്. ഈ വൈഫിനെ എന്റെ കല്യാണത്തിന് 2 വർഷം മുമ്പ് ദർശനത്തിൽ ദൈവനെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഹിന്ദിക്കാരുടെ കല്യാണത്തിൽ വന്നപ്പോൾ ചില അസൂയ പിടിച്ചൊരു ആ കല്യാണാലോചന ഉടച്ചു മാറ്റി എനിക്കെതിരെ പല അപവാദങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രസ്ഥാനത്തിന് പുറത്താക്കുവാനിടയായി. പക്ഷേ നമ്മൾ നിരപരാധിയെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പ് മേശൊരുക്കുന്ന ദൈവമാണ്. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം നൽകി. ദൈവം കാണിച്ച ദർശനം എന്റെ വൈഫിന്റെ മുഖം കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, I will give you 2 children. You have to name them Esther and Emmanuel. അങ്ങനെ 2 കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നു. അപ്പോ ഞാൻ 2 വർഷ ശേഷം ആ മുഖം ദൈവം കാണിച്ചതായ
സഹോദരി അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയായി ഞാൻ കണ്ടെത്തുവാനിടയായി. അങ്ങനെ എൻ്റെ 2002 ജനുവരിയിൽ ഞങ്ങളുടെ കല്യാണം നടന്നു. എന്നാൽ 8 വർഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ അതിനുശേഷം അലഹബാദ് ഞാൻ വാരണാസിയിൽ പോയി. വാരണാസിയിൽ 1 വർഷം ഞങ്ങൾ വിശ്വാസത്തിൽ സുവിശേഷം വരെ ചെയ്തു. എന്നാൽ ഒരു സംഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് സ്വതന്ത്രമായിട്ടാണ് കുറച്ചുകൊണ്ടിരുന്നത്. ഒരു ഈസ്റ്ററിന്റെ ദിവസം ഒരു വലിയ ചർച്ചിൽ ഞങ്ങൾക്ക് ശുശ്രൂഷക്കായി ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടു. അന്നൊക്കെ ഫെയ്ത്ത് മിഷണറിമാരാണ്. നമുക്ക് എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും വല്ല ഡൊണേഷൻ നൽകിയെങ്കിൽ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. വാടക കൊടുക്കണം, കാര്യങ്ങൾ നടക്കണം. അങ്ങനെ ഇരിക്കെ വാരണാസി എന്ന പട്ടണത്തിൽ കാലുകുത്തി അന്ന് തന്നെ ഞാൻ കേട്ട വാർത്ത, ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിലെ ചില മിഷണറിമാർ ഒരു കോളേജിൽ സുവിശേഷം അറിയിക്കാൻ പോയപ്പോൾ അവരെ ആ പയ്യന്മാരെല്ലാം 100-150 പയ്യന്മാര് എടുത്തിട്ട് അടിച്ച് അവന്മാരെ ജയിലിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അത്രയ്ക്ക് സുവിശേഷ വേലയ്ക്ക് എതിർപ്പുള്ള ഒരു സ്ഥലമായിട്ടാണ് വാരണാസി. എന്നാൽ എനിക്ക് ഒരു സ്കൂളിൽ അന്ന് രാവിലെ വലിയൊരു സ്കൂളിൽ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഞാൻ രാവിലെ പത്രത്തിൽ വായിച്ചപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത്. എന്നാലും ഞാൻ പേടിച്ചില്ല. ദൈവമാണ് എന്നോട് പറഞ്ഞത് വാരണാസിയിലേക്ക് പോകാൻ. ഐ വാണ്ട് ടു യൂസ് യു ഫോർ എ ഗ്രേറ്റ് സ്പിരിച്വൽ ഹാർവസ്റ്റ് അമംഗ് ദ ചിൽഡ്രൻ. അങ്ങനെ പറഞ്ഞു. ദൈവം ഒരു വലിയ ആത്മീയ കൊയ്ത്തിന് വേണ്ടി എന്നെ അയച്ചത്. ദൈവം എന്റെ കൂടെയുണ്ട്, ആരും എന്നെ തൊടാൻ കഴിയത്തില്ല. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേ എനിക്ക് പ്രതികൂലം ആരെന്നുള്ള ആ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ വിശ്വാസത്തോടെ 100-150 സ്കൂളുകളിൽ, വലിയ വലിയ സ്കൂൾ, കത്തോലിക്ക സിസ്റ്റർമാർ നടത്തുന്ന സ്കൂളുകളും മറ്റേ ഹിന്ദു മുസ്ലിം മാനേജ്മെന്റ് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആയിട്ട് വാരണാസി പട്ടണത്തിൽ മൊത്തത്തിൽ ഒരു 3000, 2000, 2500 പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ ശക്തമായി ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. നമുക്കൊരു പ്രതികൂലം ഉണ്ടായില്ല. ധാരാളം ഡൊണേഷനൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കല് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഇരിക്കെ സെന്റ് മേരീസ് എന്നൊരു വലിയ സ്കൂളുണ്ട്, കത്തോലിക്ക സിസ്റ്റർമാർ നടത്തുന്നത്. അവിടെ ചെന്ന പാസ്റ്റർ സിസ്റ്റർ പറഞ്ഞു, മോസ്റ്റ് വെൽക്കം, നാളെ തന്നെ വാ, ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം നടത്താന്ന് പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഈ പിള്ളേരുടെ കളക്ഷൻ കോൺട്രിബ്യൂഷൻ ആയിട്ട് കോയിൻസ് ഒരു 3-4 കിലോ ഉണ്ടാവും തോന്നുന്നു. 2000 പിള്ളേർ പഠിക്കുന്ന സ്കൂള്. ഞങ്ങൾക്ക് ഒരു 10,000-2,500 3,000 രൂപയുടെ കോയിൻസ് തന്നെ കൂടുതലായി ഞങ്ങൾക്ക് കിട്ടുവാനിടയായി. ദൈവം അങ്ങനെ ഞങ്ങളെ അത്ഭുതം നടത്തി. എന്നാൽ ഈസ്റ്റർ ദിവസത്തിൽ അതിനടുത്തുള്ള ഒരു മലയാളി ചർച്ചില് ഞങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞങ്ങളവിടെ ശുശ്രൂഷിച്ചു. ഞങ്ങൾ ഓർത്തു അന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഈസ്റ്റർ അല്ലേ, ഒരു മലയാളി പാസ്റ്ററല്ലേ വിളിച്ചത്, നമുക്ക് അതിഥി സൽക്കാരമൊക്കെ ഒരു നൽകുമായിരിക്കും എന്നൊക്കെ വിശ്വസിച്ച് ഞങ്ങൾ അവിടെ പോയി. പക്ഷേ അന്ന് ഒത്തിരി ഗസ്റ്റ് വന്നിരുന്നു, ഒത്തിരി പുതിയ ആൾക്കാർ വിശ്വാസികളൊക്കെ വന്നിരുന്നുണ്ട്. ആ പാസ്റ്റർ ബിസിയായി. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ ശുശ്രൂഷയൊക്കെ വളരെ നല്ലായിരുന്നു, ഞാൻ ഇന്ന് തിരക്കാണ്, നിങ്ങളെ ഞാൻ വീണ്ടും വേറൊരു ദിവസം വിളിക്കാൻ പാസ്റ്റർ പറഞ്ഞ് കൈ തന്നു. ഒരു പൈസയൊന്നും തന്നില്ല. സത്യം പറഞ്ഞാൽ അന്ന് 1 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ആ 1 രൂപ എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഓഫറിങ് ഇടാന്ന സമയത്ത് ഞാനൊന്നും ഇട്ടില്ലേ, മോശമല്ലേ, ഫ്രണ്ടിലും വല്ല ആണെങ്കിലോ. അങ്ങനെ ആ 1 രൂപ ഞാൻ കർത്താവിന് കൊടുത്തിരുന്നു. ഞങ്ങൾ അവിടുന്ന് സൈക്കിൾ ചവിട്ടി ആ കൊടും വെയിലത്ത്, വടക്കേന്ത്യയിലെ വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അനേകർക്ക് അവിടെ ചെന്നവർക്ക് അറിയാം. 48 മുതൽ 50 ഡിഗ്രി അല്ലെങ്കിൽ ഉഷ്ണ കാറ്റടിക്കും, ലൂ കാറ്റ് എന്ന് പറയും. തണുപ്പ് കാലത്താണെങ്കിൽ മരം കോച്ചുന്ന ഒരു ചെറിയ സുഷിരമുണ്ടെങ്കിൽ, ജനലിലൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതിൽ കൂടി നല്ല സിണ്ടെന്ന് പറഞ്ഞ തണുത്ത കാറ്റാണ് വരുന്നത്. അത്രയ്ക്ക് തണുപ്പും അത്രയ്ക്ക് ചൂടുമുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വെയിലും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് മേല. ഞാൻ പറഞ്ഞു, ബിനു, എൻ്റെ വൈഫിന്റെ ഒരു ബിനു എന്നാണ്, എല്ലാം കഴിക്കാണ്ടോടി എന്ന് വെച്ചപ്പോ അവൾ പറഞ്ഞു, രാത്രിത്തെ കുറച്ച് പഴങ്കഞ്ഞിയുള്ള ചായ, കറി വല്ലതും ഉണ്ടോ? അയ്യോ ഒന്നുമില്ല, കുറച്ച് മുളകേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ശരി, നീ മുളക് മതി ഇറക്കി, ഉള്ളതായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ നേരത്തെ, ചെറുപ്പകാലത്തിലെ എൻ്റെ വൈഫ് ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ഞാൻ കത്തോലിക്ക. തറവാട്ടിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ ആകുമ്പോൾ എല്ലാ ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും എല്ലാം കൂടും, ഭയങ്കര ആഘോഷമായിരിക്കും, ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പുതിയ വസ്ത്രം, അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. പിതാവേ, ഞങ്ങൾ നിന്റെ വേലയ്ക്കായി വടക്കേന്ത്യയിൽ വന്നു, ഇന്ന് ഈസ്റ്റർ ദിവസമാണല്ലോ, ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇന്ന് ഈ കഞ്ഞിയും ചമ്മന്തിയിലുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഓർത്തു, ഇതെങ്കിലും ദൈവം തന്നല്ലോ, ഇതുപോലെ ഇല്ലാത്തവരുണ്ടായിരിക്കും, ദൈവമേ തന്നതിനെ നന്ദിയും സ്വോത്രം എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് ഉറങ്ങി. ഒരു 4 മണിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു ആന്റി, ഒരു പാട്ടുകാരി ആന്റി വന്നിരുന്നു. അവര് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, മക്കളെ, ഈസ്റ്റർ സീസണിൽ ഞങ്ങളുടെ വീടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല, ഞങ്ങൾ അവരെ വീട്ടിലൊന്ന് പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് പോയപ്പോ അവര് കുറെ മക്കളില്ല. ആ ആന്റി പറയാ, അയ്യോ, നിങ്ങൾ വരുന്ന പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ഒത്തിരി സന്തോഷം നിങ്ങൾ വന്നതിൽ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് ഒരു വേറെ സ്ഥലത്ത് ക്ഷണമുണ്ട്, ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തെ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുമായിരുന്നു, എന്തായാലും നിങ്ങൾ വന്നാൽ നന്നായി, ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു, നിങ്ങൾക്ക് ആ ടിഫിൻ ബോക്സിൽ തരാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്തെ ആ അങ്കിൾ എനിക്ക് 100 രൂപ തരുകയും ചെയ്തു.
ഉണ്ടോ? നമ്മൾ 1 രൂപ ഇട്ടപ്പോൾ 100 രൂപ. ദൈവം ആർക്കും കടക്കാരനല്ല. വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോ പുലാവും ചിക്കൻ കറി, ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള പുലാവ് അല്ലെങ്കിൽ ബിരിയാണി പോലെ അതും ചിക്കൻ കറി കഴിച്ചായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. അതെ, നമ്മള് ഇല്ലായ്മയിൽ ദൈവത്തിന്റെ ദൈവം നമ്മളെ കരുതുന്നവനാണ്. ഈ ഏലിയാവിന്റെ ദൈവമാണ് ദൈവം, അങ്ങനെ കാണിച്ചു. അതുപോലെ ആ പാസ്റ്റർ 2 ദിവസം കഴിഞ്ഞപ്പോൾ ബെന്നി പറഞ്ഞ പാസ്റ്റർ ഞങ്ങളെ തേടി വരുവാനിടയായി. അയ്യോ, ഷൈജു പാസ്റ്ററും വൈഫും വന്നിട്ട് അവരെ നമ്മൾ സൽക്കരിക്കാനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട് തേടി വന്ന് വിളിച്ചിട്ട് പോയി ഞങ്ങൾക്ക് നല്ല ഭക്ഷണവും സാമ്പത്തികമായ സഹായങ്ങളൊക്കെ നൽകി. പക്ഷെ അതിനിടയ്ക്ക് ദൈവത്തെ ഞങ്ങൾ ആശ്രയിക്കാൻ, ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ അതിനിടയായി. ഇങ്ങനെ ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം ഞങ്ങൾ അനേക നന്മകൾ നൽകി ഞങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഗോരഖ്പൂർ എന്നൊരു പട്ടണത്തിൽ വലിയൊരു കൺവെൻഷനിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. ഭോജ്പൂരി സമ്മേളനം എന്ന് പറയും. അവിടെ ഞങ്ങളുടെ പപ്പറ്റ് ഷോയും ഭോജ്പൂരി പാട്ടും ഒക്കെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ശുശ്രൂഷയൊക്കെ ചെയ്ത് നല്ല സാക്ഷിയൊക്കെ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു മലയാളി അച്ചായൻ, ഒരു അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ല അദ്ദേഹം ആരാന്ന്. അദ്ദേഹത്തിന്റെ അവിടെ ഹിമാലയ എവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയും, PM തോമസ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന PG വർഗീസിനെ സ്നാനപ്പെടുത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്ന ആ അപ്പച്ചന്റെ പ്രസ്ഥാനത്തിലാണ് ഞങ്ങളെ ഇവർ താമസിപ്പിച്ചത്. ഹിമാലയ എവാഞ്ചലിക്കൽ മിഷൻ എന്നാണ് ബോർഡ്. ഞങ്ങളുടെ ധാരണ ഇത് മൊത്തം ഹിമാലയത്തിലെ ആൾക്കാരായിരിക്കും ഇവിടെ ഉള്ളത്. ഒരു നേപ്പാളിയെ പോലെ ഒരു നേപ്പാളിയെ കണ്ടു അവിടെ സെക്യൂരിറ്റി ആയിട്ട്, ഇതുപോലത്തെ ആൾക്കാരായിരിക്കും ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാത്രയാണ് ചെന്നത്. ഞങ്ങളുടെ റൂമിലിരിക്കുമ്പോൾ റൂമിൽ ഫോൺ കോൾ വന്നു. ഞാനോർത്ത് ഇവിടെ നമ്മളെ ആരും അറിയാനാ, നമ്മളെ ആരും ഫോൺ വിളിക്കാനാ. കുറെ നേരം ഓരോടിച്ചപ്പോൾ ഞാൻ എടുത്തപ്പോൾ പറയാ, ഞാൻ കൺവെൻഷനിൽ ഉണ്ടായിരുന്നു, ഞാൻ ഈ ഹിമാലയ മിഷന്റെ പ്രസിഡന്റാണ്, നിങ്ങൾ എന്റെ പ്രസ്ഥാനത്തിലാണ് വന്ന് താമസിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ എന്റെ വീട് വരെ വരണം, എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അപ്പച്ചനെയും അമ്മച്ചീനെയും ധാരാളം മലയാളികളൊക്കെ ആ ക്യാമ്പസിലുള്ളതായി ഇടയായി. ഞങ്ങളോട് സംസാരിച്ച് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചിൽഡ്രൻസ് മിനിസ്ട്രി ഉണ്ട്, സൺഡേ സ്കൂൾ ശുശ്രൂഷയുണ്ട്, പക്ഷേ തക്കതായ ഒരു ശുശ്രൂഷകരില്ല. ഞങ്ങൾ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ചേരാം. 14 ജില്ലകളിൽ പ്രവർത്തനമുണ്ട്. നേപ്പാൾ, ഭൂട്ടാനിലും ഒക്കെ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. കാശ്മീർ മുതൽ അങ്ങ് അരുണാചൽ വരെ ഞങ്ങൾക്ക് വലിയൊരു ദർശനവും കാഴ്ചപ്പാടും ഉള്ളവരായിരുന്നുണ്ട്. വടക്കേന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരുന്നുണ്ട്. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിൽ ചേർന്നു. അങ്ങനെ ആദ്യമായിട്ട് കാശ്മീരിന്റെ പ്രദേശത്തൊക്കെ പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. കാശ്മീരിൽ ചെന്നപ്പോൾ ഉദംപൂർ എന്ന സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മലയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ഐസ്മല കാണുവാനിടയായി. ആദ്യമായിട്ട് ജീവിതത്തിൽ എൻ്റെ വൈഫ് എക്സൈറ്റ്മെന്റ് ആയി. ഒരു ടൗൺ ഏരിയ ആണ്, അവിടെ എല്ലാം മതി പറഞ്ഞു, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഐസ്മല കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അങ്ങനെ കാശ്മീരിന്റെ പ്രദേശത്തൊക്കെ അനേക സ്കൂളുകളിലൊക്കെ ദൈവം ഞങ്ങൾ ഉപയോഗിച്ചു. പിന്നെ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റിലും വടക്കേ നോർത്തേൺ ഈ ഇന്ത്യയിലുള്ള ഈ ഹിമാലയത്തോട് ചേർന്ന എല്ലാ സംസ്ഥാനങ്ങളിലും 14 ജില്ലകളിലും സംസ്ഥാനങ്ങളിലും, ഒരു നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ദൈവം ഞങ്ങൾ അയച്ചു. അങ്ങനെ ഇരിക്കെ ദൈവം അതിനുശേഷം ദൈവം പറഞ്ഞു ലക്നൌവിലേക്ക് പോകാൻ. ലക്നൗ വലിയൊരു പട്ടണമാണ്, UP-യുടെ തലസ്ഥാനമാണ്. അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന വലിയ പ്രസ്ഥാനമുണ്ട്. അതിന്റെ ചർച്ചിലെ പാസ്റ്റർ പാപ്പി മത്തായി എന്ന ദേവാസനെ എന്ന് പരിചയപ്പെടാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 6 സ്റ്റേറ്റിൽ ചിൽഡ്രൻസ് മിനിസ്ട്രി ഉണ്ട്. ഞങ്ങളുടെ ND എന്ന് പറയും, നോർത്തേൺ ഡിസ്ട്രിക്ട് കൗൺസിലിൽ ചിൽഡ്രൻസ് മിനിസ്റ്റർ ആയിട്ട് ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. അങ്ങനെ ആ പാസ്റ്റർ ഞങ്ങളെ ആദ്യമായിട്ട് AC കോച്ചിലേക്ക് ഇരുത്തി പഞ്ചാബിന്റെ പ്രദേശത്തേക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾക്ക് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നു. ലക്നൌവിൽ ഒരു 10-200ഓളം സ്കൂളുകളിൽ ദൈവം ഞങ്ങളെ ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഗോരഖ്പൂരിൽ ഇരിക്കുന്ന സമയത്ത് ജയിൽ മിനിസ്റ്റർ ചെയ്യാൻ ദൈവം അവസരം തന്നു. ഗോരഖ്പൂരില് ഭയങ്കര പ്രതികൂലമായിരുന്നു ദൈവമക്കൾക്കെതിരെ. ഞങ്ങൾ ചെല്ലുമ്പോൾ അറിഞ്ഞത് ഒത്തിരി ക്രിസ്ത്യൻ സ്കൂളുകളൊക്കെ അടച്ചു പൂട്ടിച്ചു അവിടുത്തെ MLA. അദ്ദേഹമാണ് ഇപ്പോഴത്തെ UP-യുടെ മുഖ്യമന്ത്രി ആദിത്യനാഥ്. അദ്ദേഹം ഹിന്ദു യുവാണി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒത്തിരി ദൈവമക്കളെ ഉപദ്രവിക്കാനും ക്രിസ്ത്യൻസിന്റെ പള്ളികൾ അടച്ചുപൂട്ടാനും സ്കൂളുകൾ അടപ്പിക്കാനൊക്കെ ശ്രമിച്ച കാലഘട്ടത്താണ് ദൈവം ഞങ്ങളെ അയച്ചത്. എന്നാൽ അതേ പട്ടണത്തിൽ 100-150 സ്കൂളുകളിൽ ദൈവം ശുശ്രൂഷിക്കാൻ ദൈവം അവസരമൊരുക്കി. ഏറ്റവും പ്രധാനമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ GN നാഷണൽ എന്നൊരു സ്കൂളുണ്ട് ഗോരഖ്നാഥ് ടെമ്പിളിനോട് ചേർന്നുള്ള. ആ സ്കൂളിൽ ഞങ്ങൾ ശുശ്രൂഷിക്കാനായി പോയി. അവിടെ 2 മലയാളി വിശ്വാസി സഹോദരന്മാരുണ്ട്, അധ്യാപകര്, തിരുവനന്തപുരംകാർ. അവരുടെ കെയറോപ്പിൽ അവിടെ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷയ്ക്കായി അവസരമൊരുക്കി. ഞങ്ങൾ പേടിച്ചാണ് പോയത്. കാരണം അവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാനുള്ള അവസരം വന്നപ്പോ പെട്ടെന്നൊരു വലിയ പടക്കം പൊട്ടുന്ന ഒച്ച കിട്ടും. എല്ലാവരും ഭയന്ന് അങ്ങോട്ടേക്ക് ഓടി, ടീച്ചർമാരൊക്കെ ഗേറ്റിന്റെ അടുത്തേക്ക്. ഞങ്ങൾക്ക് നല്ല സ്വതന്ത്രമായി കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൈ കിട്ടി. ഞങ്ങൾ ശരിക്കും സുവിശേഷവും പറഞ്ഞു, യേശു തന്നെയാണ്, യേശുവിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളുടെ പരിപാടിയിലൂടെ എല്ലാം പറഞ്ഞു. പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പിള്ളേര് നോട്ട്ബുക്കും ഇങ്ങനെ കൈപ്പത്തിയെക്കാട്ട് വരുക, ഞങ്ങളുടെ ഇടയ്ക്ക് ഓടി വന്ന് പുതിയ ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടപ്പെടുവാനിടയായി. എന്തായാലും
ദൈവത്തിന്റെ സഭയെയും ദൈവത്തിന്റെ സ്കൂളുകളെയും ദൈവത്തിന്റെ മക്കളുടെ സ്കൂളുകളെ അടച്ചുപൂട്ടാൻ നോക്കിയ അതേ ആളുടെ അമ്പലത്തിന്റെ അടുത്തുള്ള അതേ ക്യാമ്പസിലുള്ള സ്കൂളിൽ ചെന്ന് വിജയകരമായ ഒരു ശുശ്രൂഷ ചെയ്ത് അത്രയും ആത്മാക്കളെ കത്താൻ വേണ്ടി നേടുവാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. അങ്ങനെയൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജയിൽ മിനിസ്ട്രിയിലൂടെ ഞാൻ അവിടെ ചെന്നപ്പോൾ 1200 തടവുകാരുള്ള ഒരു ജയിലാണ്. എനിക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവാസന്മാര് ചെല്ലുമ്പോൾ 10-15 പേരാണ് അവിടെ കൂടി വന്നുകൊണ്ടിരുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇത്ര ആൾക്കാരുണ്ട്. ദൈവം എനിക്ക് സ്കൂളുകളിലൊക്കെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം തന്നതുപോലെ ഞാൻ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു, ഞാനൊരു മോട്ടിവേഷൻ പ്രോഗ്രാമറാണ്, എനിക്ക് ഒരു അവസരം തരാമെങ്കിൽ നിങ്ങളുടെ കൈദികൾക്കെല്ലാം നല്ല കാര്യങ്ങളെ, നൈതിക ശിക്ഷ, മോറൽ എഡ്യൂക്കേഷൻ, കലാപരിപാടിയിലൂടെ, പപ്പറ്റ് ഷോ, മാജിക് ഷോയിലൂടെ, ആക്ഷൻ സോങ്ങിലൂടെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അയാൾ സമ്മതിച്ചു. ഒരിക്കൽ ഞാൻ തീർന്നപ്പോ മൊത്തം ആ ഗ്രൗണ്ട് നിറച്ച് തടവുകാരും ചുറ്റിലും 100 കണക്കിന് പോലീസുകാർ റൗണ്ടിലിരിക്കുകയാണ്. അവിടെ ദൈവം എന്നെ ശക്തമായി ഉപയോഗിച്ചു. കൊച്ചു കുട്ടികളോട് പറയുന്ന പോലെ കള്ളം പറയില്ല, മോഷ്ടിക്കില്ല, വാചകമടിക്കയില്ല, സമയം വെറുതെ പാഴാക്കി കളയുകയില്ല എന്നൊക്കെ പറഞ്ഞൊരു നല്ലൊരു ഹിന്ദി പാട്ടുണ്ട്. ബീഡി സിഗരറ്റ് വലിച്ച് ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കത്തില്ല, ചീത്ത സിനിമ കാണത്തില്ല, അങ്ങനെയൊക്കെ ഒരു പാട്ടും നല്ല പപ്പറ്റ് ഷോയിലൂടെ വലിയ വലിയ പോലീസ് അധികാരികളുടെയും വലിയ ഗുണ്ടകളുടെയൊക്കെ പേരൊക്കെ ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. അവരോർക്കുന്ന ഈ പാവയാണ് പറയുന്നത്. എന്തായാലും അവർക്കെല്ലാം ആ പ്രോഗ്രാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ചെക്കിങ് ചെയ്താണ് കയറ്റിവിടുന്നത്. അതിനുശേഷം ശനിയാഴ്ച ചെല്ലുമ്പോൾ സാറോ പോലീസുകാർ ഞങ്ങളെ നമസ്കാരം പറഞ്ഞ് ഞങ്ങളെ അങ്ങ് സന്തോഷത്തോടെ കയറ്റിവിടും. ഞങ്ങൾ ചെല്ലുമ്പോൾ 100-150 ആൾക്കാരൊക്കെ എല്ലാ ആഴ്ചയും വചനം കേൾക്കാൻ വരുമായിരുന്നു. അനേകം രക്ഷിക്കപ്പെട്ടു. കെവിൻ എന്നൊരു സഹോദരനാണ് ആദ്യം രക്ഷിക്കപ്പെട്ടത്. അവൻ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഒരു യോഗ്യതയില്ലാത്തവനായിരുന്നു. പക്ഷെ അവന്റെ പ്രാർത്ഥന കേട്ട് അവനെ ദൈവം അല്പം പുറത്തു കൊണ്ടുവന്നു. അവൻ 1 വർഷത്തിനുള്ളിൽ 100 പേരെ സ്നാനപ്പെടുത്താനിടയായി. ജയിലിൽ കിടന്ന അനേകര് എനിക്ക് മനസ്സിലായത് നിഷ്കളങ്കരാണ്, തെറ്റ് ചെയ്തിട്ട് പോയവരല്ല, കുടുക്കിയതാണ് പലരെയും. അങ്ങനെ അനേകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതമായി അനേകരെ വിടുവിച്ചു. അനേകര് സ്നാനപ്പെടുവാനിടയായി. ചർച്ചിൽ വന്ന് ദൈവവേലയ്ക്കായി സമർപ്പിച്ചു. ചിലര് ഇന്ദ്രജിത്ത്, ഓമാൻ എന്നൊക്കെ പറയുന്നവര് അങ്ങനെ ഒക്കെ ചെയ്ത് ലക്നൌവിലേക്ക് വന്നു. ലക്നൌവിലും ദൈവം 6 വർഷം അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് ശുശ്രൂഷിക്കാൻ അവസരമൊരുക്കി. അങ്ങനെ 2008 ഞങ്ങളുടെ ലക്നൌവിൽ ഒരു ദൈവാസം കടന്നു വരികയായ ശ്രീലങ്കയിൽ നിന്ന് AGയുടെ ജനറൽ സൂപ്രണ്ടായ മാസ്റ്റർ കോൾട്ടൺ വിക്രമാരാധന. ഒരു 5 അടി പൊക്കമുള്ളൂ. പക്ഷേ 86 വയസ്സുള്ള അപ്പച്ചൻ ഭയങ്കര സിംഹഗർജനം പോലെയാണ്. ഭയങ്കര ഒരു പ്രാസംഗികനാണ്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ വിശ്വാസത്താൽ യാത്ര ചെയ്ത് കർത്താവിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങൾ 8 ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. മൊട്ട വിധി ജീവിച്ചിരുന്ന ഒരു സിംഗിളനായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ സുവിശേഷം അനേക രാജ്യങ്ങളിൽ അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. അതിനായി ബൈബിൾ കോളേജിൽ, ഇംഗ്ലീഷുകാരുടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു കൊളംബോയില്. അവിടെ പഠിക്കാൻ അദ്ദേഹം അപേക്ഷിച്ചപ്പോ 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. കാരണം 10ാം ക്ലാസ് വരെ ഇങ്ങനെ പഠിച്ചിരിക്കണം എന്നാണ് അവർ. എന്നാൽ 4ാമത്തെ പ്രാവശ്യം ഇദ്ദേഹം നിരാശപ്പെടാതെ ചെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രിൻസിപ്പലിനോട് ഇടപെട്ട് അവിടെ പഠിക്കാൻ അവസരം കൊടുത്തു. അവിടെ ലൈറ്റ് ബാത്റൂമിൽ മാത്രമേ രാത്രി 10 മണിക്ക് ശേഷം കത്തത്തുള്ളൂ. അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം, എനിക്ക് ബൈബിൾ പഠിക്കണം, എനിക്ക് സുവിശേഷം അറിയിക്കണം. അങ്ങനെ ആ മനുഷ്യന് ദൈവം പരിജ്ഞാനം കൊടുത്ത് അവിടെ പഠിച്ച് പാസ്സായി. 30 വർഷം അതേ ബൈബിൾ കോളേജിൽ എവിടെ റിജക്റ്റ് ആകപ്പെട്ടോ അവിടെ 30 വർഷം അദ്ദേഹം പ്രസിഡന്റ്, അവിടെ ചർച്ച് ബൈബിൾ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് ഇരിക്കുവാൻ ഇടയായിരുന്നു. അദ്ദേഹത്തിന്റെ ചർച്ച് പീപ്പിൾ ചർച്ച് എന്ന് പറയും, കൊളംബോ പീപ്പിൾ ചർച്ച്, 7000 വിശ്വാസികളാണ്. അപ്പൊ അവര് ഞങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ പാസ്റ്റേഴ്സ് കോൺഫറൻസിനായി ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ നൽകി. അദ്ദേഹം വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് പാസ്പോർട്ട് എടുത്തത്. അപ്പോൾ വിദേശത്തൊക്കെ പോകണമെന്നുള്ള വലിയ ആഗ്രഹത്തിരിക്കുമ്പോഴാണ് ഇൻവിറ്റേഷൻ കിട്ടുന്നത്. ഒരു പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിലായിരിക്കും അക്കോമഡേഷൻ. അപ്പൊ എനിക്കൊരു ജീപ്പ് ഒരാൾ ഗിഫ്റ്റ് തന്നിരുന്നു, ഡൽഹിയിലെ ഒരു ദൈവാസൻ, പഴയ ജീപ്പ്. അതൊരു പുതിയ ജീപ്പ് മേടിച്ചപ്പോൾ അത് ഞാൻ വേറൊരു ദൈവാസന്, സ്കൂൾ നടത്തുന്ന ദൈവാസന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റിനും അതുപോലെ വിസയ്ക്കുള്ള പൈസയൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ അവിടെ കടന്നുപോയി. കാരണം ഇന്റർനാഷണൽ കോൺഫറൻസ് ആകുമ്പോൾ ധാരാളം ദൈവാസന്മാര് പല രാജ്യങ്ങളിൽ നിന്ന് വരും. അനേകരെ പരിചയപ്പെടാനിടയാവും. ഏറ്റവും കൂടുതൽ ആഫ്രിക്കയിലേക്ക് പോകാനുള്ള വഴി അവിടെ നിന്ന് തുറക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ രണ്ടുപേരും പോകാൻ ഉത്സാഹം കണ്ടപ്പോൾ ഞങ്ങളുടെ ലക്നൌവിന്റെ പ്രദേശത്തുണ്ടായിരുന്ന ഒരു 10-15 പാസ്റ്റർമാര്, കുറെ മലയാളി പാസ്റ്റർമാരും തമിഴ് പാസ്റ്റർമാരും എല്ലാം, അവരൊന്നും വിമാനത്തിൽ കയറിയിട്ടില്ല, വിദേശത്ത് പോയിട്ടില്ല. അവർക്കെല്ലാം ഉത്സാഹം ഉണ്ടായി. ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു ടീമായിട്ട് ഞങ്ങൾക്ക് പോകാനിടയായി. 1000 പേരുള്ള കോൺഫറൻസിൽ ഡി മോഹൻ പാസ്റ്റർ എന്ന നമ്മുടെ AGയുടെ ജനറൽ സൂപ്രണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചിന്റെ പാസ്റ്ററായ ലിറ്റിൽ മൗണ്ട് AG ചർച്ച് എന്ന് പറയും, ന്യൂ ലൈഫ് AG ചർച്ച് ചെന്നൈയിൽ, അദ്ദേഹം അവിടെ വളരെ നല്ലൊരു ഒരു ഇൻസ്പിറേഷണൽ മെസ്സേജ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒത്തിരി തീക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് AGയിൽ നിന്ന്. അതൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞിങ്ങനെ മെസ്സേജ് നൽകി. അവസാനം ഓൾട്ടർ കോൾ നൽകി. ലോക സുവിശേഷകാരണത്തിന് സമർപ്പണമുള്ളവരെ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. എനിക്ക് രക്തത്തിൽ കയറുന്ന ആഗ്രഹം, എനിക്ക് അമേരിക്കയിലും ഗൾഫിലൊന്നും പോയില്ലെങ്കിലും ആഫ്രിക്കയിൽ പോകണം മിഷനറിയായി. ഇരുളുള്ള സ്ഥലത്ത് ചെന്ന് ഒരു വെളിച്ചമായി, ചെറിയൊരു വെളിച്ചമായിട്ട് പ്രകാശിക്കണം. ഡേവിഡ് ലൂസിൻ പോലെ, ഡേവിഡ് ലൂസിന്റെ കഥയിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം സൺഡേ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച ഒരു ചെറുപ്പക്കാരനും ഇദ്ദേഹവും ഇതിനും VBSലൊക്കെ അവസരം കിട്ടി.
ഡേവിഡ് ലൂയിസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു ആഫ്രിക്കയുടെ പ്രദേശത്ത്. ഡേവിഡ് ലൂയിസ് മരിച്ചത് കുടിലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ ഹൃദയം ആഫ്രിക്കക്കാര് ഈ മനുഷ്യൻ ഇത്രമാത്രം ആഫ്രിക്കയെ സ്നേഹിച്ചെന്ന് ആഫ്രിക്കയുടെ മണ്ണിൽ കുഴിച്ചിട്ടപ്പോൾ ശരീരത്തെ മരത്തോലിൽ പൊതിഞ്ഞ് ഇത്രങ്ങൾ തേച്ച് ഇംഗ്ലണ്ടിലേക്ക് അയച്ചപ്പോൾ വെസ്റ്റ് മിനിസ്റ്റർ പാരീസിൽ അടക്കം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഈ കൂട്ടുകാരൻ അദ്ദേഹത്തിന് പണക്കാരനാണെന്നുള്ള ആഗ്രഹമായിരുന്നു. അദ്ദേഹം ധനവാനാകാൻ മോഹിച്ച് അധോലോക നായകനായി പിടിക്കപ്പെട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഈ വിലാപയാത്ര വരുന്നത്. പോലീസുകാരോട് ചോദിച്ചു, ആരെയാണ് ഈ അടക്കാൻ കൊണ്ടുപോകുന്നത്? അപ്പോൾ പറഞ്ഞു, അറിയില്ലേ, ഡേവിഡ് ലൂയിസ് എന്ന ഒരു മിഷണറി ആഫ്രിക്കയിൽ. അയ്യോ, ഡേവിഡ് എന്റെ കൂട്ടുകാരനായിരുന്നല്ലോ, ഞാനും ഡേവിഡ് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്, ഒന്നിച്ച് കളിച്ച് നടന്നവരാണ്. അവനോ നല്ലത് തിരഞ്ഞെടുത്തു, അവന് ഇത്ര ബഹുമാനമോ മിഷണറിയായി പോയതുകൊണ്ട്. ഞാനോ പണക്കാരനാകും നോക്കി എന്റെ ജീവിതം ഇപ്പോൾ പാഴായി പോയല്ലോ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് ഞാനോ എന്റെ ജീവിതം പാഴാക്കി കളഞ്ഞു. ഡേവിഡോ നല്ലത്, ഡേവിഡ് യു ചോസൻ ഗുഡ് തിങ്, ഐ ലോസ്റ്റ് മൈ ലൈഫ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയാനിടയായി. ആ ഹൃദയസ്പർശി ആ കഥ എന്റെ ഹൃദയത്തെ തൊട്ടിരുന്നു. ഞാനും ഒരു നല്ല തീരുമാനമെടുത്തു കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്. ഐ മീൻ ഓൺലി വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ പാസ്റ്റ്, ബട്ട് വാട്ട് എവർ വി ഡൺ ഫോർ ക്രൈസ്റ്റ് ഓൺലി ദാറ്റ് വിൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, വളരെ പെട്ടെന്ന് കൊഴിഞ്ഞു. നാളത്തെ ദിവസം നമ്മുടെ കയ്യിലില്ല. ഇന്ന് നമുക്ക് അവസരം ലഭിക്കുന്നുവെങ്കിൽ നാം കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം. ഞാനിപ്പോൾ ജോലിയോടൊപ്പമാണ്, മെഡിക്കൽ റെപ്പാണ്. എന്നാൽ അനേക ഡോക്ടർമാർക്കും രോഗികൾക്കും എന്ന് ഞാൻ ട്രാക്ട് കൊടുക്കാനൊക്കെ ശ്രമിക്കും. എനിക്ക് എവിടെ അവസരം കിട്ടിയാലും യേശുവിനെ കുറിച്ച് പറയും. കാരണം ആമേൻ, ഞാൻ അലഹബാദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇരിക്കുമ്പോൾ സായിപ്പന്മാർ എന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. ഞാൻ കണ്ടത് ഒരു സുന്ദരമായ ഗേറ്റ് തുറക്കപ്പെട്ടപ്പോ ഒരു സ്വർണ്ണ വീതി എന്നെ കാണിച്ചു തന്നു. കോർണറിൽ അകത്ത് ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേ രണ്ട് സൈഡ് ഏഞ്ചൽസ് ഉണ്ടായിരുന്നു ഗേറ്റിനടുത്ത്. ആ ശ്വേത വസ്ത്രധാരിയായ വ്യക്തി എന്നോട് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് പറയാണ്, കൈ പ്രതി, ഓ മൈ ഡിയർ സൺ, കം ഔട്ട്, ഐ ലവ് യു, ഐ വാണ്ട് ടു ഷോ യു സംതിങ് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് അടുക്കിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ മാറോട് ചേർത്തു. ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ 10,000 സുന്ദരനായ യേശുവിന്റെ മുഖമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞ ആ ദർശനത്തിൽ. നല്ല നീല കണ്ണും സുന്ദരമായ ബ്രൗൺ കളർ താടിയും റോസ് കളർ കവിളുമായി തിളങ്ങുന്ന വസ്ത്രധാരിയായ യേശു എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്നിട്ട് യേശു എന്നോട് കൈപിടിച്ചിട്ട് പറഞ്ഞു, കം ഓൺ സൺ, ഐ ലൈക്ക് ടു ഷോ യു സംതിങ്, അങ്ങനെ വാ, ഞാൻ നിന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ എന്നെ മുമ്പോട്ട് കൊണ്ടുപോയപ്പോ വേറൊരു ഗേറ്റ് തുറക്കപ്പെട്ടപ്പോ സ്വർണ്ണ കെട്ടിടങ്ങളാന്ന് പറഞ്ഞ ഒരു പട്ടണമാണ് എന്നെ കാണിച്ചത്. ബഹുനില കെട്ടിടങ്ങളല്ല, ബംഗ്ലാവുകളും. ഒരു വലിയ എന്നെ കാണിച്ച ദർശനമാണ്. ആമേൻ. ഞാൻ കണ്ടത് ഒരു വലിയ സുന്ദരമായ ബംഗ്ലാവിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, മകനെ, ഈ വീട് ഞാൻ നിനക്ക് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇനി ഒത്തിരി പണി ബാക്കിയുണ്ട്, ഒത്തിരി റൂം പണിയാനായിട്ട്. വലിയ കല്ലുകൾ കൊണ്ട്, എന്ത് കല്ലെന്ന് എനിക്കറിയത്തില്ല, സ്വർണ്ണ ഇഷ്ടിക കൊണ്ടുള്ള കെട്ടിടമാണ്, ഈ ഭൂമിയിലെ കല്ലും മണ്ണൊന്നുമല്ല. എന്നാലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ വേദപുസ്തകത്തില് യോഹന്നാൻ 14:1-2 അറിയാലോ അല്ലെ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലുണ്ട്, ഞാൻ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കും. നമ്മൾ പാട്ടും പാടാറില്ലേ, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്ന് കാണുവാൻ മനം കാത്തു പാട്ടിടുന്നു. ആ മനോഹരമായ ഭവനങ്ങൾ കാണിച്ചു പറഞ്ഞു, ഈ വീട് ഞാൻ നിനക്ക് വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നീ ഇനി അനേക കാര്യങ്ങളോട് സുവിശേഷം അറിയിക്കണം, എന്റെ സ്നേഹത്തെ അറിയിക്കണം. ആമേ, ഞാൻ അയക്കുന്ന സ്ഥലത്തേക്ക് നീ കടന്നു പോകണം. നീ എനിക്ക് വേണ്ടി പോകുമോ? നീ എന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഞാന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങനെ അയക്കുവാണെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും പോകാൻ നോക്കും. അങ്ങനെ ഞാൻ സമർപ്പിക്കാനിടയിൽ അതിനുശേഷം ദൈവം എന്നെ വിശാലതയിലേക്ക് വരുത്തി. ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, കൺട്രി ടു കൺട്രി, വേറൊരു ഭൂഖണ്ഡത്തിൽ വരെ 10 രാജ്യങ്ങളിൽ പോകാൻ എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. എന്നാൽ ആമേൻ, ഞാൻ ഉഗാണ്ടയിൽ തന്നെ 8 പ്രാവശ്യം പോകാൻ എനിക്ക് ഭാഗ്യം നൽകി. ഉഗാണ്ടയിലെ സായിപ്പാണ്. ഉഗാണ്ടക്കാരെ എന്നെ കാണുമ്പോൾ എന്താ വിളിക്കണമെന്ന് അറിയോ? മുസുങ്കു എന്ന് പറഞ്ഞാൽ സായിപ്പ് എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ആമേൻ. ഉഗാണ്ടയിലെ സായിപ്പാകാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. നമ്മളൊക്കെ ഇവിടെ സായിപ്പ്മാരെ കാണുമ്പോൾ കളർ പോരെന്ന് പറഞ്ഞ് പാരൽ വെച്ച് എടുക്കാൻ നോക്കുമ്പോൾ ഉഗാണ്ടയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുട്ടികൾ നമ്മൾ മുടിയെ പിടിച്ചത് മറ്റേ സോഫ്റ്റ് ഹെയർ, ബ്യൂട്ടിഫുൾ സ്കിൻ എന്നൊക്കെ പറഞ്ഞ് മുടിയും കൈയൊക്കെ പിടിച്ച് നോക്കുന്നതാണ്. ആമേൻ. ഉഗാണ്ടയിൽ ദൈവം മാപ്പ് നൽകി കാണിച്ചു തന്നു. അങ്ങനെ ശ്രീലങ്കയിൽ വെച്ചാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉഗാണ്ടയുടെ മാപ്പ് ദൈവം എന്നെ കാണിച്ചു തന്നിട്ട് അതിൻ്റെ അകത്ത് കുറെ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്യുന്ന കാണിച്ചു തന്നു. പുല്ല് ഇങ്ങനെ പുറകെ ഇടുപ്പിൽ കെട്ടിക്കൊണ്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പോ എനിക്ക് മനസ്സിലായി ഏതാണ്ട് ഒരു ആഫ്രിക്കൻ രാജ്യം. കാരണം ആഫ്രിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂഖണ്ഡമാണ്. അതിൽ 58 കൺട്രീസ് ഉണ്ട്. അതിൽ ഏത് രാജ്യത്തേക്കെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ കൺട്രിയുടെ മാപ്പ് കാണിച്ചിട്ട് അതിലെ കുഞ്ഞുങ്ങളെ കാണിച്ചു തന്നു, അവർ ട്രഡീഷണൽ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ എനിക്കൊരു വലിയ ആത്മഭാരം ഉണ്ടായി. ഇത് ഏതാണ്ട് ഒരു രാജ്യമാണ് ദൈവം എന്നെ അയക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ലോർഡ്, ഐ ലൈക്ക് ടു ഗോ ടു ദ നേഷൻ. ഞാൻ ആ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ഗീവ് മി എ കോൺടാക്ട് ത്രൂ ഹൂം ഐ ക്യാൻ ഗോ ദർ. എനിക്കൊരു കോൺടാക്ട് ആരുടെ ത്രൂവിൽ പോകാൻ കഴിയും എന്ന് എനിക്കൊരു കോൺടാക്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, ഗോ ആൻഡ് കോൺടാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ.
പോയി ആ മനുഷ്യനെ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞങ്ങള് ബാൽക്കണിയിലാണ്, ഇന്റർനാഷണൽ കോൺഫറൻസ് ഹാളാണ്, 1000 പേരോളം പല രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട്. സ്റ്റേജിനടുത്ത് ഒരു അറബി വേഷമിട്ട് ഒരു ആഫ്രിക്കൻ ഭാഷ നിൽക്കുന്നുണ്ട്, ഒരു കോട്ടൊക്കെ ഇട്ട്. അദ്ദേഹത്തിന്റെ തലയുടെ മേളിൽ ഗ്രീൻ സിഗ്നൽ കാണിച്ചു. അങ്ങനെ ആ വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അവിടുന്ന് കോൺഫറൻസ് ഹാളിൽ ടൂറിസ്റ്റ് ബസ്സിൽ കയറി 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ആ ബസ്സിൽ അദ്ദേഹം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നിട്ട് പരിചയപ്പെടാനിടയായി. മാസ്റ്റർ വേർ ആർ യു ഫ്രം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഫ്രാഡ് മുക്കാസ ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, വേർ ആർ യു ഫ്രം? ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഷൈജു ഫ്രം ഇന്ത്യ. ആർ യു ക്രിസ്ത്യൻ ഫ്രം ഇന്ത്യ? ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനിയോ? കാരണം അയാൾ ഒരിക്കലും ഇന്ത്യൻ ക്രിസ്ത്യനെ കണ്ടിട്ടില്ല. ഉഗാണ്ടയിൽ ലക്ഷക്കണക്കിന് ഗുജറാത്തികൾ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അമ്പലവും ഗുരുദ്വാരയും മുസ്ലിങ്ങളുടെ മസ്ജിദും ഒക്കെ ഉണ്ട്. ഹിന്ദുക്കളൊക്കെ ഈ പൊട്ടും തൊട്ട് ബിംബങ്ങളെ ആരാധിക്കുന്ന ഇവർ കണ്ടിട്ടുള്ളൂ. ക്രിസ്ത്യൻസിനെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അയാൾക്ക് ധാരണ ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണ്, അവിടെ ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല എന്നുള്ള ധാരണയാണ്. ജീവിതത്തിൽ ആദ്യം കണ്ട ഇന്ത്യൻ ക്രിസ്ത്യൻ ഞങ്ങളായിരുന്നു. അതൊക്കെ വലിയ അത്ഭുതമായി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെങ്ങനെ ദൈവത്തിനായ ദർശനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, വട്ടവട്ട മൺകുടികൾ, പഴം ചുട്ടി തിന്നുന്നതും എയർപോർട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ പുള്ളി ഞങ്ങളുടെ റൂമിൽ വന്ന് 2 മണി വരെ രാത്രി ഇരുന്നു. പുള്ളിക്ക് ഭയങ്കര അതിശയമായി. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവിടുത്തെ മെയിൻ ഭക്ഷണം പഴമാണ്. പഴം ചുട്ടു തിന്നും, ഏത്തക്ക അല്ലെങ്കിൽ പഴമൊക്കെ പൊള്ളിച്ച് കഴിക്കും, പുഴുങ്ങി കഴിക്കും. അതുപോലെ വട്ടവട്ട മൺകുടിലുകളൊക്കെ പുള്ളിയുടെ അപ്പന്റെ ഗ്രാമത്തിനടുത്ത് എല്ലാം അങ്ങനെയാണ്, വട്ടവട്ട മൺകുടിലുകൾ. ഇതൊക്കെ നിങ്ങളെ എങ്ങനെ ദൈവം കാണിച്ചു? എന്റെ വൈഫിനെ ദർശനത്തിൽ കാണിച്ച കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ലെറ്റർ അയച്ചു തരാം. ഞാൻ ഉഗാണ്ട മിനിസ്ട്രീസ് അസോസിയേഷന്റെ, ക്രിസ്ത്യൻ മിനിസ്ട്രീസ് അസോസിയേഷന്റെ ഡയറക്ടറാണ്. എന്റെ കീഴിൽ 19 ചർച്ചുകൾ, 10-35 സ്കൂളുകളും ഉണ്ട്. അങ്ങനെ അവിടെ സംസാരിച്ച ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു തന്നു. ആ ലെറ്റർ വന്നപ്പോഴോ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഒരു 89 രൂപ. ടിക്കറ്റ് എത്രായിരം വേണമെന്ന് വെച്ചപ്പോൾ 88,000 രൂപ ടിക്കറ്റിന് വേണം. ഞാൻ AG-യിൽ വർക്ക് ചെയ്യുക. ഡി മോഹൻ പാസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു, ഷോൾഡറിൽ കൈവച്ചിട്ട് അദ്ദേഹത്തിന്റെ ചർച്ചിൽ സാക്ഷ്യം പറയാൻ നേരത്ത്, ഞാൻ നിന്നെ സ്പോൺസർ ചെയ്യാം, എന്നെ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ കടന്നുപോയി. 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് പോലും PA തന്നില്ല. പാസ്റ്റർ ഭയങ്കര ബിസിയാണ്, പാസ്റ്റർ വീട്ടിൽ ഗസ്റ്റുകളുണ്ട്, അതാണ് ഇപ്പോൾ ഓഫീസിൽ വരുന്നില്ല. സോറി ബ്രദർ, உங்களுக்கு അവരെ பார்க்க முடியாது, தொந்தரவு பண்ணாதீங்க, ഡിസ്റ്റർബ് ചെയ്യും, അദ്ദേഹത്തിനെ കാണാൻ കഴിയത്തില്ല എന്ന രീതിയിൽ ഞങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങൾ വിളിച്ചിട്ടാ പോയത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ, മിഷൻ ഡയറക്ടർ അലൻജോ എന്ന പാസ്റ്റർ. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ അവസരം കിട്ടിയില്ല. അപ്പോൾ ഇലയിട്ടിട്ട് ഭക്ഷണം തരാതെ ഞങ്ങൾ അവഗണിച്ച പോലെ ഞങ്ങൾക്ക് ഭയങ്കര തീക്ത അനുഭവം തോന്നി. ഞങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ടാണ് വന്നത്. യെരുശലേമിനെ നോക്കി യേശു കരഞ്ഞതുപോലെ നിന്റെ അവസ്ഥ എന്താവും, അതുപോലെ മിഷണറിയായി ഞങ്ങളോട് കാണിച്ചത് ഭയങ്കര ക്രൂരതയായിപ്പോയി. എന്നാലും എന്റെ വൈഫിന് മെന്റലി അല്പം ഡിപ്രഷൻ വരെ വന്നു ആ അവസ്ഥ. കാരണം എന്നെ ഒരാൾ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മളെ സ്പോൺസർ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ ആള് ആ പ്രസ്ഥാനം നമ്മളെ കൈവിട്ടപ്പോ വൈഫിന് ഒരു പേടിയായി. ഇനി അച്ചായം മാത്രം പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നരഭോജികളുടെ സ്ഥലമാണ് അവരുടെ ധാരണ ഇപ്പോഴും. കാരണം കുറെ പേര് അങ്ങനെ പേടിപ്പിച്ചു. ഉഗാണ്ട എന്ന് പറഞ്ഞാൽ ഇദിയമീൻ ഒരു പ്രസിഡന്റ് ഭരിച്ച സ്ഥലമാണ്. അയാൾ മനുഷ്യരുടെ മാംസം കഴിക്കുകയും രക്തം കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം ക്രിസ്ത്യൻസിന് അയാളും പട്ടാളം കൂടി ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കി അതിനൊരു മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിച്ചതാണ്. 70 മുതൽ 79 വരെ അയാൾ ഭരിച്ച സമയത്ത് അരാജകത്വമായിരുന്നു. അങ്ങനെ ഉഗാണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മലയാളികൾക്ക് എല്ലാം സുപരിചിതമാണ്. എല്ലാ സിനിമയിലും പരിഹസിച്ച് പറയുന്ന, അല്ലെ, നീ എന്നെ അടി ഉഗാണ്ടയ്ക്ക് പോകണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ആ സ്ഥലത്തേക്ക് പോകാനുള്ള ദർശനം ദൈവം എനിക്ക് തന്നപ്പോ ഞാൻ പേടിച്ചില്ല. ഞാൻ പറഞ്ഞു, ദൈവം എന്റെ കൂടെയുണ്ട്. എനിക്ക് വാഗ്ദത്ത ദേശമായി ദൈവം നൽകിയ സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അൻഡമാൻസിൽ പോകാൻ ഒരു അവസരം കിട്ടി. ബൈബിൾ സ്കൂളിൽ വൈവാം എന്നാണ് യൂത്ത് വിത്ത് മിഷന്റെ 6 മാസത്തെ DTS കോഴ്സ് ചെയ്യാനായിട്ട്. കാരണം ഈ മിഷണറി ആയിട്ട്, ക്രോസ് കൾച്ചർ മിഷണറി ആയിട്ട് പുറത്തു പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ഈ വൈവാമിന്റെ കോഴ്സ്. നമ്മളെല്ലാം പഠിപ്പിക്കും അവർ, കുക്കിങ്ങും താഴ്മയും എല്ലാ വർക്കും പഠിപ്പിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചു തരും. അങ്ങനെ ഞങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ഇച്ചിരി നല്ല രീതിയിൽ ആക്കി തരുവാനിടയായി. എന്നാൽ അവിടെ പോകുന്നതിന് ഒരു ദൈവാസം ഞങ്ങളോട് ഒരു ആലോചന പറഞ്ഞു. നിന്റെ യാത്രക്കെതിരെ ഈശ്വരന് മുന്നിൽ അടിക്കും, അതിൽ നിന്റെ വാക്കുദേശത്തിൽ എത്തിക്കാൻ ദൈവം. നിങ്ങൾ ആദ്യമായിട്ട് ശ്രീലങ്കയിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുന്ന വഴിക്ക് എന്റെ വൈഫ് ഇങ്ങനെ പറയാണ്, അച്ഛയ, നമ്മുടെ ചെറുപ്പം പോലെ ആഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറാൻ, ദൈവം നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചല്ലേ, ദൈവം എത്ര വലിയവൻ, ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട് കപ്പലിലും കൂടി കയറാൻ എന്നിങ്ങനെ പറയുമ്പോൾ തൊട്ട് പുറയിൽ ഒരു ദൈവാസനം ഇരിക്കുകയാണ്, ജേക്കബ് എന്ന് പറഞ്ഞ റാന്നിക്കാരൻ. അദ്ദേഹം പറയാണ്, സിസ്റ്ററെ, ദൈവം വലിയവൻ, നിങ്ങളെ പെട്ടെന്ന് തന്നെ കപ്പലിലും കയറ്റും, വിശ്വസിച്ചോ എന്ന് പറഞ്ഞു. വന്ന് ഞങ്ങൾ തമിഴ്നാട്ടിൽ ഇറങ്ങി ഞങ്ങളുടെ വല്യമ്മയെ കണ്ട് തിരുനെൽവേലിയിൽ നിന്ന് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് ഒരു കൊട്ടാരക്കര അടുത്തുള്ള ഈ കൊല്ലംകാരനായ ഒരു ഗണേശൻ പാസ്റ്ററിനെ പരിചയപ്പെടാനിടയായി. ആ പാസ്റ്റർ എല്ലാ വർഷവും അൻഡമാൻസിൽ സുനാമിക്ക് ശേഷം പോയി സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഞങ്ങൾക്കൊരു നോട്ടീസ് നൽകി. ഹിന്ദിയാണ് അവിടെ ഭാഷ. അവിടെ 3.5 ലക്ഷം ആൾക്കാർ താമസിക്കുന്നു, 33 ദ്വീപിലായിട്ട് മനുഷ്യവാസം ഉണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. അവിടെ ആദിവാസികൾ, വസ്ത്രങ്ങൾ പോലും ധരിക്കാത്ത നീഗ്രോസ്, ആദിവാസികൾ, ജറവാസ്, സെന്റിനിയൽസ് എന്നൊക്കെ പറഞ്ഞ ജനങ്ങൾ ഇന്നും
ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറയാനിടയായി. വലിയ എക്സൈറ്റ്മെന്റ് ആയി. ഞങ്ങളുടെ ദൂത് അറിയിച്ച അധിവാസനോട് അറിയിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾ ശ്രീലങ്ക പോയി വന്നത്. ഞങ്ങൾക്ക് ഇതുപോലെ കപ്പലിൽ കയറി പോകാനുള്ള ഒരു അവസരം വരുന്നിരിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നുമില്ല, പ്രാർത്ഥിക്കാൻ. അപ്പോൾ പുള്ളി ചിരിച്ചോണ്ട് പറയാം, നിങ്ങളുടെ ഉത്സാഹം കണ്ടിട്ട് നിങ്ങൾ ആഫ്രിക്കയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇരിക്കുക, എത്ര വേണം ഞാൻ തരാം. ഞാൻ പറഞ്ഞപ്പോൾ കണക്കൂട്ടിയിട്ട് 10,000 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ് വേണം. അങ്ങനെ ഞങ്ങൾ ശ്രീലങ്ക അൻഡമാൻസിലേക്ക് 3 ദിവസത്തെ കപ്പൽ യാത്രയാണ്. ചെന്നൈയിൽ നിന്നാണ് പോകേണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ കാണുന്ന 1200 നൊട്ടിക്കൽ മൈൽ അക്കരെ കിടക്കുന്ന സ്ഥലങ്ങളാണ് അൻഡമാൻസിലെ പോർട്ട് ബ്ലെയർ. ഞങ്ങൾ പോയി അവിടെ നേവി ആർമി സ്കൂളുകളിലും ധാരാളം സ്കൂളുകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഞങ്ങൾ ഉപയോഗിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങൾ കപ്പലിൽ ആദ്യത്തെ പ്രാവശ്യം അവിടെ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അൻഡമാൻസിൽ നിന്ന് നിക്കോബാറിലേക്ക് പോയിട്ടാണ് ചെന്നൈക്ക് വരുന്നത്. അപ്പൊ 5 ദിവസത്തെ യാത്രയാണ്. അൻഡമാൻസിൽ നിന്ന് നിക്കോബാറിൽ പോകാൻ 2 ദിവസത്തെ യാത്രയുണ്ട്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി, സൈക്ലോൺ അടിക്കാൻ സാധ്യതയുണ്ട്. സൈക്ലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അന്ന് എനിക്ക് അറിയത്തില്ല, വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലതുകൊണ്ട്. വിൻഡ് സ്ട്രോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റെന്ന് അറിയാം. എന്നാൽ ഞങ്ങൾ കപ്പലിൽ കയറി രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. കപ്പൽ ഇങ്ങോട്ടും അറിയാൻ പോകുന്നു, ഇങ്ങോട്ടും അറിയാൻ പോലും ഇങ്ങനെ ഡിസ്ബാലൻസ് ആയിട്ട് കിടക്കി. അങ്ങനെ എല്ലാവർക്കും തലവർക്കും സീ സിക്നസും പഠിച്ചു. എനിക്കും തലവർക്കും സീ സിക്നസും വന്നു, വോമിറ്റിംഗ് ഒക്കെ. എന്നാൽ ആ ദിവസം പറഞ്ഞ വാക്ക് ഒരു എനിക്ക് ഓർമ്മ വന്നു. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരുന്നു, നിന്റെ യാത്രയ്ക്ക് എത്ര ഈശ്വരന് മുന്നടിക്കും, പതരുത്, നിന്റെ വാഗ്ദത്തത്തിലെത്തിക്കാൻ ദൈവം വിശ്വസ്തൻ എത്രയെന്ന്. അങ്ങനെ ഞങ്ങൾ കപ്പലിൽ എന്റെ കൂടെ ഒരു ബിജു എന്ന പാസ്റ്ററും എന്റെ വൈഫും ഞാനും 3 പേരും കൂടി കൂടിയിരുന്ന് ഞങ്ങൾ പാട്ട് പാടി. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അങ്ങനെ ഞങ്ങൾ ആ പാട്ടൊക്കെ പാടിയപ്പോൾ ഒത്തിരി യാത്രക്കാരും ഒത്തിരി മലയാളികളും തമിഴ്നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. നിക്കോബാറിൽ നിന്ന് അൻഡമാൻസിൽ നിന്നൊക്കെ കയറിയവര് ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ട് പാടാനും ഞങ്ങളോട് പ്രാർത്ഥിക്കാനൊക്കെ കൂടി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നിക്കോബാർ എത്തിയപ്പോഴത്തേക്കും കാറ്റിന്റെ ശക്തി കുറഞ്ഞു. പിന്നെ അവിടുന്ന് നോൺ സ്റ്റോപ്പ് ആണ്, 3 ദിവസത്തെ കണ്ടിന്യൂസ് യാത്രയാണ്. അപ്പോ ഞങ്ങളെ തേടി ഒരു ഓഫീസർ വന്നു. ഏറ്റവും അടിത്തട്ടില് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. 5 ദിവസത്തെ യാത്രയാണ്. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ മേളിൽ റെസ്റ്റോറൻ്റ് ഒന്നും പോകാറില്ല, കാരണം 5 ദിവസത്തെ ചെലവ് കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ലെമൺ റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നാണ് കഴിച്ചത്. എന്നാൽ ആ ഓഫീസർ അങ്ങോട്ട് പോയപ്പോൾ എനിക്കൊരു പ്രോഗ്രാം കപ്പലിൽ ചെയ്യേണ്ട ഒരു അവസരം തന്നു യാത്രക്കാർക്ക് വേണ്ടി. കപ്പലിൽ അപ്പോസ്തലനായ പൗലോസ് സഹയാത്രക്കാരോട് സുവിശേഷം പറഞ്ഞ പോലെ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു കപ്പലിലുള്ളവരോട് ഒരു സുവിശേഷം അറിയിക്കണം. അതിനൊരു ദൈവം ഒരു അവസരം ഒരുക്കി. 2 അടുത്തിരുന്ന മുസ്ലിം പയ്യന്മാരെ ഞങ്ങൾ പപ്പക്ഷ കാണിച്ചപ്പോൾ അവർ ചെന്ന് പറഞ്ഞ് ആ ഓഫീസർമാർ ഞങ്ങളെ വിളിച്ചു, യാത്രക്കാർക്ക് വേണ്ടി എന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ ഗെയിംസ് ഒക്കെ നടത്താറുണ്ടെന്ന് അത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ പ്രോഗ്രാം നടത്താൻ ആഗ്രഹിക്കുക, ചെയ്യാത്ത ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. രോഗി ആഗ്രഹിച്ചെന്ന് വൈദ്യൻ കൽപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്യാൻ 300ഓളം ആൾക്കാർ കൂടിയായിരുന്നു. അപ്പോൾ ആ ഓഫീസർ ഒരു മാർത്തോമക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ചർച്ചിലും VBSലും അന്ന് രാവിലെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേയിൽ പ്രോഗ്രാംസ് ഞങ്ങൾക്ക് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ കപ്പലിൽ വരുന്നത്. കപ്പലിൽ വന്നപ്പോൾ കുറെ ബുക്സ് ഒക്കെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, VBS ബുക്ക്. കുറെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നു. അവരെ കൊണ്ട് കളർ ചെയ്യിക്കുകയും വചനങ്ങളും പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ദൈവം ഞങ്ങൾക്ക് സഹായിച്ചു. എന്നിട്ട് ഈ ഓഫീസർ ഞങ്ങളെ തേടി വന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ കിടക്കണ്ട, ഞങ്ങൾ 2000 രൂപയുടെ ടിക്കറ്റ് എടുത്തെങ്കിൽ 5500 രൂപ ടിക്കറ്റുള്ള സെക്കൻഡ് ക്ലാസ് ക്യാബിനിലേക്ക് ഞങ്ങൾക്ക് പ്രൊമോഷൻ, അവിടെ ബാത്റൂം അറ്റാച്ച്ഡ്, നല്ല സൗകര്യങ്ങളുള്ള ഒരു 5 പേർക്ക് കിടക്കാൻ പറ്റിയ അങ്ങനെ റൂമിലേക്ക് ഞങ്ങൾക്ക് താമസം മാറ്റി തന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുനിൽ തോമസ് എന്ന് പറഞ്ഞ ആ സാറ് പറഞ്ഞു, ഇനി തൊട്ട് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി എന്റെ കെയർ ഓഫിൽ ഭക്ഷണം കഴിച്ചാൽ മതി, എത്ര രൂപയായാലും ഞാൻ കൊടുത്തോളാം. അങ്ങനെ ദൈവത്തെ നമ്മൾ ആ നിസ്സഹായ അവസ്ഥയിലും ദൈവത്തെ മാനിച്ചത് കൊണ്ട് ദൈവം ഞങ്ങളെ മാനിച്ചു. ഞങ്ങളുടെ റൂമിൽ ആൾക്കാർ തേടി വരും, പിള്ളേരെ നിങ്ങൾ അന്വേഷിക്കുന്നു, താഴെ ചെന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യണേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് പോയി പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. എന്തായാലും 4-ാം പക്കത്തിന്റെ കപ്പൽ 5-ാം പക്കം ചെന്നൈയിൽ വന്ന് എത്തി. വാഗ്ദത്തദേശത്തിൽ ദൈവം എത്തിക്കാൻ വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എനിക്ക് വാഗ്ദത്തം നൽകിയത് ആഫ്രിക്കയായിരുന്നു. അതിനുശേഷമാണ് 2009 ഉഗാണ്ടയിലേക്ക് ദൈവം അയച്ചത്. അങ്ങനെ ആ ജൈത്രയാത്ര ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ നേരത്തെ വെറും 1500 ഇന്ത്യൻ രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മലയാള കൺവെൻഷൻ, AGയുടെ കൺവെൻഷനൊക്കെ ഞങ്ങൾ പോയിരുന്നു. പാസ്റ്റർ TJ സാമുവലൊക്കെ ഞങ്ങളെ കുറിച്ച് സ്റ്റേജിൽ റെക്കമെൻഡ് ചെയ്തു, കുറച്ച് ഓഫറിംഗ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. എങ്കിലും 21,000 രൂപ ബാക്കി കൊടുക്കാൻ കിടക്കുമ്പോൾ പോകുന്നതിന് 4 ദിവസം എന്റെ പപ്പാക്ക് ആക്സിഡന്റ് പറ്റി, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ്, ഷോൾഡർ ഒടിഞ്ഞു. ഞാൻ ഒറ്റ മോന, എന്റെ 2 പെങ്ങന്മാരും മിഷണറിയായി വടക്കേന്ത്യയിൽ UP-ലാണ്. എന്ത് ചെയ്യണമെന്നറിയാം. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാനിപ്പോ എന്ത് ചെയ്യും? 12 വർഷമായി കാത്തിരുന്നിട്ട് ഉഗാണ്ടയ്ക്ക് പോകാനുള്ള അവസരം വന്നപ്പോ ഇങ്ങനെ ഒരു സാത്താൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്യും? ദൈവനോട് പറഞ്ഞു, ഉൽപ്പത്തി 12:1 വായിക്കുന്നു, നിന്റെ പിതൃഭവനത്തെയും, അബ്രഹാമിനോട് പറഞ്ഞു, ചാർച്ചക്കാരെയും സ്വന്തം ദേശത്തെയും വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോയാൽ നിന്നെ അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, നിന്റെ പേര് വലുതാക്കുമെന്ന്. ആ വചനപ്രകാരം ഞാൻ അടുത്തൊരു വചനം, എന്നെക്കാൾ അധികമായി നിന്റെ അപ്പനും അമ്മയും സ്നേഹിക്കുന്ന എന്റെ വേലയ്ക്ക് യോഗ്യനല്ല,
നിന്റെ ക്രൂശും എടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന ആ ഒരു വചനത്തിലൂടെ ദൈവനോട് ഇടപെട്ടു. ഞാൻ അപ്പൊ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് പോകാൻ എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ എന്റെ അപ്പന്റെ കാര്യം ആര് നോക്കും? അപ്പൊ ഒരു ഫോൺ കോൾ വന്നു. എന്റെ ആന്റി പറഞ്ഞു, പപ്പയുടെ പെങ്ങള്, ഞാൻ പപ്പയുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ ഇട്ടിട്ടുണ്ട്, പപ്പ എത്ര പെട്ടെന്ന് ആശുപത്രിയിലേക്ക്. എന്റെ കുഞ്ഞമ്മ വിളിച്ചു പറഞ്ഞു, നീ ഇപ്പൊ ആഫ്രിക്കയ്ക്ക് പോയിക്കോ, 12 വർഷമായിട്ട് കാത്തിരുന്നല്ലേ, പപ്പനും മോയിനെ ഞങ്ങളുടെ വീട്ടിൽ തമിഴ്നാട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു, പാളയംകോട്ടയിൽ. അങ്ങനെ ഞാൻ അവരെ കാർ വിളിച്ച് അവിടെ കൊണ്ടാക്കി. ഞങ്ങൾ കാറെല്ലാം ബുക്ക് ചെയ്തിരുന്നതാണ് എയർപോർട്ടിൽ പോകാൻ. പക്ഷേ ഈ ബസ്സിന്റെ ഏറ്റവും പുറത്തെ സീറ്റിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പൻ ആശുപത്രിയിലാണ്, ഞങ്ങളെ യാത്ര അയക്കാൻ ആരുമില്ല. എന്റെ അമ്മായിപ്പനും അമ്മായിമ്മയും അവിടെ എറണാകുളത്ത് വന്നായിരുന്നു, കോട്ടയത്ത് നിന്ന്. പക്ഷേ ഏജന്റിന് 21,000 കൂടി കൊടുത്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ. പക്ഷേ പൈസ ഇല്ലാതെ തന്നെയും ആ ടിക്കറ്റ് ഏജന്റ് ഞങ്ങൾക്ക് പൈസ നൽകി. കുറച്ച് പൈസ ഞങ്ങൾ കൊടുത്തിരുന്നു. എങ്കിലും 21,000 കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ദുബായ് വിസ ഒരുക്കി തന്നു. കാരണം ഞങ്ങൾ ഈ സയോൺ സിംഗേഴ്സ് എന്ന് പറഞ്ഞൊരു വെണ്ണിക്കുളത്തുള്ള ഒരു പാട്ടുകാരുണ്ടല്ലോ, ഏഞ്ചൽ മറിയം, ആ കുഞ്ഞിന്റെ ആ ചർച്ചിൽ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷ ലഭിച്ചപ്പോൾ ഒരു ദുബായ്ക്കാരനോട് വന്നിരുന്നു, ജിജി തോമസ് എന്ന് പറയും, ജിജി വർഗീസ്, ദുബായിൽ. അദ്ദേഹം ഞങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഉഗാണ്ട വിസ കിട്ടിയാൽ എന്നെ അറിയുക, ഞാൻ ദുബായ് വിസ ഒരുക്കി തരാം 14 ദിവസത്തെ. അങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് ദുബായ് വിസ ഒരുക്കി തന്നിരുന്നതിന്റെ പേരിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ദുബായിലേക്കാണ് ആദ്യം എടുത്തുന്നത്. ആ ഏജന്റിന് ഞങ്ങൾ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പൈസ അയച്ചു തരാം. ഞങ്ങൾ അവിടെ ചെന്ന് കൈകോർത്ത് 3 ദിവസം പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് 3-ാം പക്കം 3 ചർച്ചിൽ AG IPC ചർച്ച് ഓഫ് ഗോഡ് ചർച്ച് ഞങ്ങൾക്ക് ശുശ്രൂഷ ലഭിച്ചു. സൺഡേ സ്കൂളിൽ സാക്ഷ്യം പറയാനും ഞങ്ങൾക്ക് ചർച്ചിൽ അവസരം കിട്ടി. ഞങ്ങളുടെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന അനേക അച്ചായമാരും അമ്മാമാരും ദൈവം തൊട്ടു. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ അത്ര തീക്തമായ 6 മാസം ശോധനയിൽ കൂടിയൊക്കെ കടത്തി. എൻ്റെ വൈഫിന് മാനസികമായ ചില പ്രയാസങ്ങളുണ്ടായി, ഡിപ്രഷനൊക്കെ വന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പായ്ക്ക് ആക്സിഡന്റ്, സാമ്പത്തികമായി വട്ടപൂജ്യമായ അവസ്ഥയിലാണ്. ഈ വിശ്വസിച്ച് ദൈവ വാഗ്ദത്തത്തിൽ എത്തിക്കാൻ വിശ്വസനത്രേ ദൈവം എനിക്ക് വാഗ്ദത്തം നൽകിയത് ആഫ്രിക്കയിൽ അയക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതറാതെ കുറെ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദൈവം വഴി തുറന്നു. ദുബായിൽ കാലുകുത്തിയപ്പോൾ വെറും 1500 ഇന്ത്യൻ രൂപയാണ്. എന്നാൽ ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 3-ാം പക്കം ഞാനൊരു 50,000 രൂപയാണ് പ്രാർത്ഥിച്ചത്. കർത്താവിന്റെ അപ്പൻ ആശുപത്രി കിടക്കാണ്. ഉഗാണ്ട എന്ന ദരിദ്ര രാഷ്ട്രത്ത് പോയി എനിക്ക് പാവങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം, അങ്ങനെ ചാരിറ്റി വർക്കൊക്കെ ചെയ്യണം, ഫീഡിങ് പ്രോഗ്രാം ഒക്കെ ചെയ്യണം. അതിനായിട്ട് ഒരു 50,000 രൂപ ഞങ്ങൾ ചോദിച്ചെങ്കിൽ 3-ാം പക്കം തന്നെ 40,000 രൂപ ദൈവം നൽകി. തുടർന്നുണ്ടായ ദിവസങ്ങളിൽ 3-4 ശുശ്രൂഷകൾ ഒരുക്കപ്പെട്ടു. ഞാൻ പ്രവാചകനോ പ്രാസംഗികനോ അല്ല. എനിക്ക് ദൈവം തന്ന താലന്ത് കുട്ടികളുടെ സുവിശേഷയ്ക്ക് വേണ്ടിയുള്ള താലന്തുകളാണ്. അതിലൂടെ ദൈവം ഞങ്ങളെ ശക്തമായി ബ്രദറൻ ചർച്ചിലും ഒക്കെ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. അലൈൻ ക്യാപിറ്റലായ അബുദാബി, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ, റാസൽ കൈമ, അനേക സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് UAE പോയി ഞങ്ങൾക്ക് മറ്റ് എമിറേറ്റ്സിലൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ സഹായിച്ചു. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ 14 ദിവസം കൊണ്ട് ഞാൻ 50,000 രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ 3 ലക്ഷം രൂപയുടെ നന്മ അതിൽ 2.5 ലക്ഷം രൂപയും ഒരു 40,000 ലാപ്ടോപ്പിന്റെ ഒരു 10,000 ഡിജിറ്റ് ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണായിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം നൽകി ഞങ്ങളുടെ ദൈവം മാനിച്ച് വാഗ്ദത്തദേശം ഉഗാണ്ടയിൽ എത്തിച്ചു. ഈ 2.5 ലക്ഷം ഉഗാണ്ടയിൽ ചെന്ന് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ 1 കോടി ഉഗാണ്ടൻ ഷില്ലിംഗ് ആയി. ഉഗാണ്ടയിൽ ഇത് കോടീശ്വരനായി ദൈവം ഞങ്ങൾ ഇറക്കി. ഞങ്ങളെ വിളിച്ച പാസ്റ്ററിന് കാറിലായിരുന്നു. അതേ എനിക്ക് എഴുതുമായിരുന്നു, കർത്താവിന്റെ ദാസ, നിങ്ങൾ വരുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും വിശ്വാസത്തിലൂടെ എഴുതി, നമ്മുടെ ദൈവം വലിയ നമുക്ക് കാറൊക്കെ തരും പാസ്റ്റർ, വിശ്വസിക്കുന്നു പറഞ്ഞു. അദ്ദേഹം ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ജർമ്മനിക്ക് പോയിരുന്നു. കുറച്ച് പൈസ കിട്ടിയത് കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചിരുന്നു. ഞങ്ങൾ ആ കാറിന് വേണ്ടി വേണ്ട ഒരു $1,000 എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട്, 22 ലക്ഷം അങ്ങാണ്ട് അന്ന് ഉഗാണ്ടൻ രൂപ കൊടുക്കുവാൻ തക്കണം ദൈവം ഞങ്ങൾക്കിടയായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ കാറ് സ്വന്തമാക്കാൻ ഇടയായി. ആ ദർശനത്തിൽ എന്നെ കാണിച്ചാണ് ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാറ്, ആ സെയിം കാർ ദൈവം അവിടെ നൽകുവാൻ ഇടയായി. ഒത്തിരി അവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് മതി, നമുക്ക് ഓടിക്കാം വിസിറ്റിങ്ങിന് പോകുന്നവർക്ക്. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ, കുഗ്രാമങ്ങളിലൊക്കെ ആദ്യത്തെ ഇന്ത്യൻ മിഷനറിയായി കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു സ്ഥലത്ത് ഒരു ആദ്യത്തെ ഞായറാഴ്ച ഒരു വലിയ ചർച്ചിൽ പ്രസംഗിക്കാൻ ഞങ്ങളോട് ക്ഷണിച്ചു. ഞാൻ കുട്ടികളുടെ സുവിശേഷകനാണ്. ഇന്ത്യയുടെ 90% സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അത്യാവശ്യം കുട്ടികളുടെ പ്രോഗ്രാം ചെയ്യും, പക്ഷെ പ്രസംഗിച്ച് എനിക്ക് ശീലമില്ല. വലിയ ചർച്ചിൽ പ്രസംഗിക്കാനോട് പറഞ്ഞു. 350 പേരുള്ള കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന വലിയ പണക്കാരന്റെ മധ്യത്തിൽ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എന്റെ കാല് പറിക്കുക. കർത്താവേ, ഞാനിന്ന് എങ്ങനെ പ്രസംഗിക്കും? എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായി സറണ്ടർ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയത്തില്ല. ഗ്രാമർ മിസ്റ്റേക്ക് വന്നാൽ ക്ഷമിക്കണം. ഞാൻ വടക്കേന്ത്യയിലായിരുന്നു, എപ്പോഴും ഹിന്ദിയാണ് പറഞ്ഞത്. എൻ്റെ ചിന്ത പോലും ഹിന്ദിയിലാണ്. അതുകൊണ്ട് എന്നോട് എനിക്ക് ഇംഗ്ലീഷ് അത്ര അറിയത്തില്ല, തെറ്റു വന്നാൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്. ഹൃദയത്തിൽ ഞാനൊരു ശബ്ദം കേട്ടു, പരാക്രമശാലിയെ, നീ എന്തിനു ഭയപ്പെടണം? നിന്നെ ഞാനല്ലയോ ഈ ദേശത്ത് കൊണ്ടുവന്നത്? ഞാൻ നിന്നെ ഉപയോഗിക്കും. ഈ വചനം കേട്ടപ്പോൾ എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ എന്നോട് പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹു സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്ന മാത്രം ഞാൻ സകലത്തിലും മതിയാവും. ഇത് പറയുക എന്റെ വായിൽ നിന്ന് ഫ്ലുവന്റ് ആയിട്ട് ഉഗാണ്ടൻ സ്ലാഗിൽ അങ്ങ് ഇംഗ്ലീഷ് ഒഴുകാൻ തുടങ്ങി.
ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അതാണ് നമ്മളെ ശക്തനാക്കുന്ന ദൈവത്താൽ സകലവും സാധ്യം. ഇതാണ് ഭാഷാപരം. അല്ല, ഞാൻ ഓർത്ത് ഈ അന്യഭാഷയാണ് ഭാഷാപരം. എന്നാൽ അന്ന് എനിക്ക് മനസ്സിലായി, ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ സ്ലാഗിൽ സംസാരിക്കാൻ. ഞാൻ എറണാകുളത്ത് പോയ അസൽ എറണാകുളംകാരനായിട്ട് സംസാരിക്കും, തിരുവനന്തപുരത്ത് പോയാൽ തിരുവനന്തപുരം ഭാഷയിൽ സംസാരിക്കും. എനിക്ക് അങ്ങനെ ഒരു കൃപത എന്നുണ്ട്. ആ ഭാഷാപരം അന്ന് അവിടെ ഓപ്പറേറ്റ് ആയി. ആമേൻ. ഈ ശുശ്രൂഷ കഴിഞ്ഞത് എന്റെ വൈഫ് ഇങ്ങനെ കുന്തം ഇരിക്കുക. ഈ കെട്ടിയവൻ തന്നെയാണ് ഇംഗ്ലീഷ് പ്രസംഗിച്ചെന്നുള്ളത്. ഞാൻ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നെ ഉപയോഗിച്ചതാ. ഉടനെ ആ പാസ്റ്ററിന്റെ വൈഫ് അവിടെ സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു, ലേഡി പാസ്റ്റർമാർ അവിടെ ഉണ്ട്, പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സ്ഫുടത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ക്രൂസൈഡ് ഓർഗനൈസ് ചെയ്യാൻ പോവാ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്തെന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കാനായിട്ട് അവർ എടുപ്പിച്ചു. ആ ഫോട്ടോ എടുത്തതിന്റെ ഫലമായിട്ട് വെസ്റ്റേൺ ഉഗാണ്ടയില് ബീഹാർവി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ഞങ്ങൾ ബീഹാറിൽ കണ്ട ദർശനമാണ് ഈ എന്നെ ദൈവം ആഫ്രിക്കയിൽ ഉപയോഗിക്കുന്നത്. അവിടെ ബീഹാർവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്രൂസൈഡ് സെമിനാറിൽ ദൈവം അവർ ഓർഗനൈസ് ചെയ്തു. അവിടെ ശക്തമായി ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ മരണക്കിടക്കയിൽ ദൈവം പറഞ്ഞിരുന്നു, വിശ്വസിക്കാൻ, ഞാൻ നിന്നെ ആഫ്രിക്കയിൽ ഉപയോഗിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ വലിയ പ്രസംഗിക്കുകയോ കൺവെൻഷൻ ക്രൂസൈഡിലൊന്നും ഞാൻ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ ഗോഡ് ലുക്സ് യുവർ അവൈലബിലിറ്റി, നോട്ട് യുവർ എബിലിറ്റി എന്ന് പറയും. ദൈവം നിന്റെ കഴിവുകളെയല്ല, സമർപ്പണത്തെയാണ് നോക്കുന്നത്. ആർ യു വില്ലിംഗ് ടു ഗോ ഫോർ ഗോഡ്സ് മിനിസ്ട്രി? നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറോ? ഏത് രാജ്യമായാലും, എത്ര ദൂരമായിട്ട്, ഏത് ഭാഷക്കാട് മത്തിയിലും ദൈവം വഴിയൊരുക്കും. ദൈവം സാമ്പത്തിക നന്മകൾ നൽകി നമ്മളെ സഹായിക്കും. ഉഗാണ്ടയിൽ പോകാൻ മാത്രമല്ല, ജാപ്പനീസ് കാർ മേടിച്ചെന്നല്ല, അനേക സ്ഥലങ്ങളിൽ ചാരിറ്റി വർക്ക് ചെയ്തു, ഫീഡിംഗ് പ്രോഗ്രാം, സ്കൂൾ പണിയാൻ, ചർച്ച് പണിയാൻ. അങ്ങനെ ഒന്നല്ല, ആ ജൈത്രയാത്ര 8 പ്രാവശ്യം ഉഗാണ്ടയിൽ പോയിട്ടുണ്ട്. ഉഗാണ്ടയിൽ ചെന്നപ്പോ ഈ ഫോട്ടോസൊക്കെ എടുത്ത്, വീഡിയോ ഒക്കെ എടുത്ത് ലാപ്ടോപ്പിലൊക്കെ അപ്ലോഡ് ചെയ്ത് അനേക പാസ്റ്റർമാർ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ ത്രൂവിൽ 100 കണക്കിന് മലയാളി പാസ്റ്റർമാർ ഉഗാണ്ടയിൽ പോയിട്ട്, ഞാനൊരു പൈനിയർ മിഷനറി ആയിരുന്നു. ഉഗാണ്ടയിൽ നിന്ന് വന്നപ്പോ ദൈവം എന്നോട് പറഞ്ഞ പോലെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, വർദ്ധിപ്പിക്കുന്നതിന്റെ പേര് നിങ്ങൾക്ക് ഒരു മോളെ നൽകി. 2010 മോളിപ്പോ 15 വയസ്സുണ്ട്, എസ്തർ എന്നാണ് പേര്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു, വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു, പേര് വലുതാക്കുന്നു പറഞ്ഞു. വട്ടപൂജ്യത്തിന് ഞങ്ങളെ 100 രൂപ കൊല്ലായിരുന്നു, 89 രൂപയായിരുന്നു എന്റെ ATM-ല്. എന്നെ കോടീശ്വരനാദ്യം അയച്ചെന്ന് മാത്രമല്ല, വന്നപ്പോ പവർ വിഷൻകാർ ഞങ്ങൾ ഇന്റർവ്യൂവിന് വിളിച്ചു. ഗസ്റ്റ് റൂം എന്നൊരു പ്രോഗ്രാമിലൂടെ ഇന്റർവ്യൂ ചെയ്യപ്പെട്ടു. അതുപോലെ ഈ മനോരമ അല്ലലിയ മാഗസിൻ, അതുപോലെ വചനഘോഷണം, അതിലൊക്കെ ഞങ്ങളുടെ ഫീച്ചർ വന്നിട്ടുണ്ട്. ഇടിയമ്മിന് നാട്ടിലേക്ക് ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവം ഞങ്ങൾ ഉപയോഗിച്ച നന്മകളാണ്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം പറയുന്നില്ല, ഞാൻ എന്റെ സമയമായതുകൊണ്ട് ഇവിടെ സാക്ഷ്യം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതമുള്ളൂ. ഹല്ലേലൂയ. നാം കർത്താവിനായി ജീവിക്കുന്നത് ശ്രേഷ്ഠമായ ജീവിതം. കർത്താവിന്റെ വേല ചെയ്യണം, എവിടെയായിരുന്നാലും, ഏത് ജോലിയിലായിരുന്നാലും. വിത്ത് ക്രൈസ്റ്റ് എവറി മാൻ ഈസ് എ മിഷണറി, വിത്തൗട്ട് ക്രൈസ്റ്റ് എവറി മാൻ ഈസ് എ മിഷൻ ഫീൽഡ്. ക്രിസ്തുവിനെ അറിഞ്ഞ നാം ഓരോരുത്തരും ഒരു മിഷണറിയാണ്, ക്രിസ്തുവിനെ അറിയാത്തൊരു മിഷൻ ഫീൽഡാണ്. ആകയാൽ ഒരു ജീവിതമുള്ളത് വളരെ വേഗം കൊഴിഞ്ഞു പോകും. എന്നും പത്രത്തിൽ നമുക്ക് കാണാം, നിര്യാതരായ എന്നൊരു കോളത്തിൽ ധാരാളം ചെറുപ്പക്കാരെയും, അല്ലെ, ധാരാളം പ്രായമുള്ളവരെയും. നമ്മുടെ ആയുസ് എത്ര നമുക്കറിയത്തില്ല. എന്നാൽ ഒരിക്കൽ നാം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും. എന്നാൽ ആരുടെയും മണ്ണിന്റെ അപ്പുറം ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്തെല്ലാം നേടിയാലും ആത്മാക്കളെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആകയാൽ നമുക്ക് ലഭിക്കുന്നതായ ഈ അവസരങ്ങൾ, ആമേൻ, നാം പ്രാർത്ഥിക്കണം. ദേശത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ കടന്നു പോകണം. സുവിശേഷം അറിയിക്കാൻ അവസരമുള്ളപ്പോൾ സുവിശേഷം അറിയിക്കണം. ഇത് ചരിത്ര വർഷം എന്നൊരു ബുക്കാണ്. ഹൈന്ദവ വേദങ്ങളിലൊക്കെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ആമേൻ. അപ്പൊ ഇങ്ങനെ അനേക പുസ്തകം ഞാൻ എന്റെ കയ്യിലുണ്ട്. അനേക സ്ഥലങ്ങളിൽ ഞാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങൾക്കെല്ലാം കൊടുക്കാം. ഖുറാനിലും വേദോസിലൊക്കെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ചരിത്ര വിഷയം യേശുവിനെ കുറിച്ച് അങ്ങനെ അനേക ആളുകൾക്ക് കൊടുക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഒരു ട്രാക്ട് കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഒരു സ്വർണ്ണയിഷ്ടിക കൂടുകയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ വലിയൊരു മനോരമ ഭവനം യേശു നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനം ഒരു കുഞ്ഞു കുടിലായിട്ട് കാണുമോ, വലിയ കൊട്ടാരമായി കാണുമോ? ഇവിടെ തീരുമാനിക്കണം. ഇന്നു മുതൽ കർത്താവിന് വേണ്ടി നാം നമ്മളെ സമർപ്പിക്കണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്യണം. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഒരു വലിയ കൊട്ടാരമായി നമ്മുടെ ഭവനം കാണുകയുള്ളൂ. ആകയാൽ ആര് ഞാൻ വിലക്കേക്കുണ്ടു, വിളിയുള്ള നീ പോകുമോ? ആര് കരയും? കണ്ണുള്ള നീ കരയുമോ? ആര് കൊടുക്കും? ധനമുള്ള നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമോ? ആരയക്കും? മക്കളുള്ള നീ, അല്ലെങ്കിൽ നിയോഗമുള്ള നീ നിന്റെ മക്കളെ അയക്കുമോ? എന്റെ അപ്പനമ്മയ്ക്ക് 3 മക്കളാണ്. ഞങ്ങൾ 3 പേര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഞങ്ങൾ 3 പേര് മിഷണറി ആയിട്ട് വടക്കേന്ത്യയിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ നാട്ടിലാണെങ്കിലും ജോലിയോടൊപ്പം കർത്താവിന്റെ വേല ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എവിടെ അവസരം ലഭിച്ചാലും നമ്മൾ അനേകരോട് യേശുവിനെ കുറിച്ച് പറയണം. അതൊരു സൗഭാഗ്യമാണ്. നമുക്ക് അനേക കർത്താവിന്റെ ഒരു അതിശയമാണ്. കർത്താവ് ചേർക്കാൻ വരുന്ന വിശുദ്ധന്മാരാണ്. ആ വിശുദ്ധന്മാർ യോഹന്നാൻ കണ്ടായ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 14:12 പറയുന്നു, ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുണ്ട് ഇവിടെ ആവശ്യം. ആ വിശുദ്ധന്മാരാണ് കൊണ്ടുപോകുന്നത്. ദൈവകൽപ്പനയിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരും. കൽപ്പന 10 ഒരു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചിരുന്നിട്ട് ഒന്നിൽ തെറ്റി അവൻ സകലത്തിലും കുറ്റക്കാരനായിട്ടുണ്ട്. ദൈവത്തിന്റെ 10 കൽപ്പന നാം അനുസരിക്കണം.
യേശുവിൽ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നാം പോകാൻ കഴിയുള്ളൂ. ന്യായപ്രമാണത്തെ കേൾക്കുന്നവരുടെ ദൈവസന്നിധി നീതിയിരിക്കപ്പെടുന്നത് അതിനെ അനുഷ്ഠിക്കുന്നവരത്രേ. ആകയാൽ മോശയുടെ ന്യായപ്രമാണം മാറിപ്പോയി, യഹോവയുടെ ന്യായപ്രമാണം 10 കൽപ്പനയിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ആകാശം ഭൂമി നിലനിൽക്കുന്ന കാലത്തിൽ ഒരിക്കലും മാറിപ്പോകാത്തത് കൊണ്ട് നാം യേശു വിശ്വസിക്കുകയും ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കണം. യേശു പറഞ്ഞു, ഗുരു നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ചെറുപ്പക്കാരനോട്, ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നെങ്കിൽ ഈ കൽപ്പനകളെ പ്രമാണിക്കാം. അവയെന്ന് വെച്ചാൽ 10 കൽപ്പനയുടെ കാര്യമാണ് പറഞ്ഞത്. ആകയാൽ 10 കൽപ്പനയിലെ എല്ലാ കൽപ്പനകളും നാം അനുസരിക്കണം. ഒന്നിപ്പോലും തെറ്റരുത്. ആമേൻ. ഒന്നിൽ തെറ്റിയാൽ നാം സകലത്തിലും കുറ്റക്കാരൻ. ഒന്ന് അടിച്ചു വെച്ച് പഠിപ്പിച്ചാൽ നാം സ്വർഗ്ഗത്തിൽ ചെറിയൊന്ന് വിളിക്കപ്പെടും. എന്നാൽ അതിനെ അനുഷ്ഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗത്തിൽ വലിയൊന്ന് വിളിക്കപ്പെടുന്നതാണ് യേശു പറഞ്ഞത്. ആകയാൽ നാം ചിന്തിക്കാം, നമ്മൾ സ്വർഗ്ഗരാജ്യത്തിന് വലിയവനാകണോ ചെറിയവനാകണോ? ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരെയും അവരുടെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കള്ളനാകുന്നവരെ. ആകയാൽ ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ജെംസ് എന്ന പ്രസ്ഥാനത്തിൽ തള്ളപ്പെട്ടു പോയ കല്ലായിരുന്നെങ്കിലും എന്നെ വീണ്ടും അവർ എന്നെ വിളിച്ചു. 14 വർഷ ശേഷം എന്നെ 2 സ്റ്റേറ്റിന്റെ 1200 ചർച്ചുകളുടെ മേലിൽ ഹിന്ദി ചർച്ച സ്ഥലത്തിന് സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് ദൈവം എന്നെ നിയോഗിച്ചു. അതിനുശേഷം ബാക്കി ഇനി ഒത്തിരി ഉണ്ട് സംഭവങ്ങൾ. അടുത്ത സാക്ഷ്യത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ എനിക്ക് അവസരം തന്ന ബീനാൻറ്റിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ദൈവം ഈ സാക്ഷ്യത്താൽ യുവജനങ്ങളാൽ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം ഹാൻഡ് ഓവർ ചെയ്യാം. ഞങ്ങൾ അതിവാത്സല്യമാശ്രയിക്കുക നല്ല സ്വർഗ്ഗീയ പിതാവേ, ഈ കർത്താവെ വചനദീപ്തിയിലൂടെ ഇന്ന് അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും സാക്ഷ്യം പറയുവാനും ദൈവം അടിയനെ ഇടയാക്കിയല്ലോ. മീനാൻറ്റിയുടെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. അനേക കാര്യങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങൾ ഒരു പ്രചോദനമായി തരട്ടെ. അനേകർ കർത്താവിന്റെ വിളി കേട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും കർത്താവെ പരസ്യങ്ങൾക്ക് പോകാനും ട്രാക്റ്റുകൾ കൊടുക്കുവാനും ഈ ലഭിച്ചതായി ആയുസ്സിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സ്വർഗത്തിലെ തങ്ങൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയാക്കണമേ. അനേകായിരം ആത്മാക്കളെ നേടി കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ദൈവകൽപ്പന യേശുവിന്റെ വിശ്വാസം കാക്കുന്നവരെ ഞങ്ങളെ മാറ്റണമേ. കർത്താവെ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള എന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ എന്നത് തിരിച്ചറിഞ്ഞ് സാന്ദ്രപ്പെട്ട് രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിക്കണം. ഈ രാത്രിയിൽ അടിയൻ ഉപയോഗിച്ചതിനായി നന്ദിയോട് പറയുന്നു. സകല സ്തുതി മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. ഈ വചനം കേട്ട ആർക്കെങ്കിലും ഏതെങ്കിലും രോഗപ്രയാസങ്ങളുണ്ടെങ്കിൽ ദൈവം അവർക്ക് സൗഖ്യം വിടുതലും കൊടുക്കണം. ഇതിന്റെ വചനം അയച്ച് സൗഖ്യവും സന്തോഷം കൊടുക്കണമേ. ദൈവയുടെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടെന്ന് നിർവചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ആ ദൈവ സമാധാനത്തിൽ എല്ലാവരും നിറയ്ക്കണം. പ്രാർത്ഥനയായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, എനിക്ക് ഇത്രത്തോളം സമയം തന്ന എന്നെ കേട്ട എല്ലാവർക്കും ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പിന്നെ ആൻറ്റി